നിസ്കാരം ഒഴിവാക്കാൻ പറ്റിയ 3 കാര്യങ്ങൾ, 2 കാര്യങ്ങളല്ലേ, 1 കാര്യങ്ങളുണ്ട്. നിസ്കാരം ഖളാ ആക്കാൻ 3 കാര്യങ്ങൾ. ഇസ്ലാമിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. പുതിയതായിട്ട് ഒന്നുകൂടി പറയാൻ. ഒന്നാമത്തെ ഉറക്കം, 2 മറവി. ഉറക്കവും മറവിയും കൊണ്ട് നിസ്കാരം ഖളായി, അള്ളാഹുവിന് ശിക്ഷയില്ല, നമ്മൾ ഖളാ വീട്ടിയാൽ മതി. മൂന്നാമത്തെ ഒന്നുണ്ട്, ഏർവാടി സിയാറത്ത്. കുറെ ഹമുക്കൾ ഞാൻ ഈ സദസ്സിൽ പറയുന്ന വിഷമം കൊണ്ട് പറയാൻ. ഇവിടുന്ന് ഒരു വണ്ടി പുറപ്പെട്ടാൽ, ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏർവാടി കൊണ്ടാണ് നിർത്തിയത്. അല്ലിത്ത ഇതിന്റെ ഇടയ്ക്കുള്ള നിസ്കാരമൊന്നും ഇല്ലല്ലോ. ദിയാറത്ത് നിങ്ങൾ ആരെടുക്കേ പോകുന്നത്? ബാദിഷാ തങ്ങെടുക്കേ. അവരെന്തിനു വേണ്ടിയാ ജീവിച്ചത്? അള്ളാഹുവിന് വേണ്ടി. അവർ മരിച്ച എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടി. നിങ്ങൾ എന്തിനാ ചെല്ലുന്നത്? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റലായിട്ട് നടക്കാൻ വേണ്ടി. ദാരിദ്ര്യമുണ്ടായി, സൂറത്തുൽ വാഖിയ ഓതാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഓതാൻ വയ്യ. സൂറത്ത് നിങ്ങൾ ദുഹാ നിസ്കരിക്കും. ദുഹാ നിസ്കാരം എന്നുള്ളത് ഹല്ലുള്ള നിസ്കാരമാണ്, ഭാഗ്യത്തെ കൊണ്ട് തരുന്ന നിസ്കാരമാണ്. ദുഹാ നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യ്, പടച്ചോനെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്താ, നല്ല സമൃദ്ധി വരുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നിസ്കരിക്കേണ്ട അവസ്ഥ പാടാ. 500 രൂപ മുടക്കിയാൽ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട് ഏർവാടിയിൽ, നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിന് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, സിയാറത്ത് എന്നുള്ളത് പുള്ളിമുള്ള അമലാണ്, പക്ഷെ നിസ്കാരക്കാരനുള്ളതാണ്. മനസ്സിലായി? അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് സിയാറത്ത്. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. നിസ്കാരം ഖളാക്കി ഏർവാടിയിലേക്കും നാഗൂരിലേക്കും പോകുന്ന പെങ്ങളെ ചിന്തിക്കണേ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഇത് പൊരുത്തപ്പെടുന്ന പരിപാടിയല്ല. അള്ളാഹും റസൂലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയല്ല. നിങ്ങൾ പൊരുത്തം വാങ്ങാൻ വേണ്ടി ചെന്ന് കുരുത്തക്കേടും മേടിച്ചു കൊണ്ടുവരുന്ന പരിപാടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. ഇപ്പൊ നോക്ക്, ഭീമാപ്പള്ളി ഉറൂസിന് എന്റെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആളുകൾ പോയി. ഈ ഭീമാപ്പള്ളി ഉറൂസ്, അതിൽ എന്റെ വീട്ടിൽ എപ്പോഴും വരുന്നൊരു സഹോദരിയുണ്ട്. അവിടെ ഇങ്ങനെ വെറുതെ രസത്തിന് ചോദിച്ചു, ഉറൂസിലൊക്കെ പങ്കെടുത്ത് ആകത്തരുന്ന എവിടെ നിസ്കരിച്ച്? അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല. ഭീമാപ്പള്ളിയിൽ ഇത്രയും വലിയൊരു പള്ളി ഉണ്ടായിട്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്നാ പറയുന്നത്. നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ 1 ഇഞ്ച് ഭൂമി പോലും അവിടെ ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനാണ് ഇവർ ഇങ്ങനെ ജീവിക്കുന്നത്? ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽബുദമല്ലയോ. തോന്നിയാസങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെ പോയി കിടക്ക്. ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽബുദമല്ലയോ. ആർത്തും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും എല്ലാ കോമാളിത്തരങ്ങളും നൃത്തങ്ങൾക്കും ചുവടുവപ്പുകൾക്കും സാക്ഷിയായി അവസാനം ആ കുഴിയിൽ വെറ്റമുക്ക് ജുമാ മസ്ജിദിന്റെ ആ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് 3ാമത്തെ ദിവസം എത്തുമ്പോൾ ശരീരം പൊട്ടി വയറ് പൊട്ടി ആ ചീഞ്ചലം ഖബറിൽ നിറഞ്ഞ് മയ്യത്തിങ്ങനെ ആ ഖബറിൽ ഒഴുകി നടക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ പെങ്ങളെ, നീ ചിന്തിച്ചാൽ എങ്ങനാണ് ഉമ്മാ നിനക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ കഴിയുന്നത്? ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. പറഞ്ഞതാ, തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. തെങ്ങിന്റെ ഉണക്കമടൽ വീഴുമ്പോൾ പച്ചമടലിൽ നിന്ന് ചിരിക്കുമത്രേ, പക്ഷേ പച്ചമടലറിയുന്നില്ലല്ലോ കാലാന്തരത്തിൽ ഞാനും ഉണക്കമടലായി നിലം പതിക്കുമെന്ന്. എത്ര അർത്ഥവത്തായ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട തടവസ്ഥാദ് പറഞ്ഞത്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. അടരാതെ നിന്ന പച്ചമടലും അന്ത്യം കരയേണ്ടി വന്നില്ലേ. ഇതല്ലേ ജീവിതം? ഇതല്ലേ ജീവിതം? മേൽപോട്ടുയരും വീർപ്പുകൾ താഴോട്ടെത്തുമെന്നാരറിയും,
മേൽക്കുമേലാൽ വാരി കൂട്ടിയിട്ടെന്തൊരു ഫലമറിയും. മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഖബറിടം ഒരുപോലെ. മാളിക തട്ടുകൾ കട്ടിലും മെത്തകളില്ലല്ലോ നാളെ. എല്ലാം അവസാനിച്ചു ദുനിയാവിന്ന് പോകേണ്ടി വരും. ഇതെല്ലാം റിയാലിറ്റിയാണ്. ഇതൊന്നും ഒരു കെട്ടുകഥയല്ല. കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞ ദൽബുദമല്ലേ. കുതിരപ്പുറത്ത് രാജാവായി ജനങ്ങൾക്ക് മുമ്പിൽ അതിധീരനായി നടക്കുമ്പോൾ കുതിരയുടെ പത്തടിയിലേക്ക് ഒരു സാധാരണക്കാരനായ പ്രജക്ക് അടുക്കാൻ കഴിയാതെ നിന്ന രാജാവിനെയും അവസാനം കുഴിയിലേക്ക് കൊണ്ടടക്കം ചെയ്യപ്പെട്ടപ്പോൾ സാധാരണക്കാരനായ പ്രജ 3 പിടി മണ്ണ് വാരിയിട്ട് പിടിമണ്ണു വാരിയെറിഞ്ഞ ദൽബുദമല്ലേ. അല്ലാഹു ഈമാനുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു ആഖിബത്ത് നന്നായുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, വേദനയോടുകൂടി പറയുകയാണ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഒരു നിമിഷമെങ്കിലും മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുക? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിനും ഒരു ആഖിബത്തുണ്ട്, പ്രപഞ്ചത്തിനും ഒരു ആഖിബത്തുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് അത് വന്ന് സംജാതമാകും. നമുക്ക് നന്നാകാൻ ഒരു പ്രഭാഷണവും വേണ്ട, ഒരു വാദവും വേണ്ട, ഒരു പുസ്തകവും വായിക്കേണ്ട. നമ്മുടെ വാപ്പ എവിടെയാ? ചിന്തിച്ചു, ആരാണ് വാപ്പ? ആരാണ് നമ്മുടെ ഉമ്മ? ഒരു കാലഘട്ടം മുഴുവനും ഇടിവെട്ടുന്ന സമയത്ത് ഓടിച്ചെന്നിട്ട് ഉമ്മാരൊക്കെ പറയും, ഇടിവെട്ടുന്ന പേടി വരുന്നു. കെട്ടി ഇങ്ങനെ പിടിക്കും ഉമ്മ. പേടിക്കല്ലേ വാവേ, പൊന്നെ പേടിക്കല്ലേ. വാപ്പാടൊക്കെ ഓടിച്ചെന്നിട്ട് വാപ്പാടെ ശരീരത്തെ കെട്ടിപ്പിടിക്കും. വാപ്പാ ഇടിവെട്ടുന്ന എനിക്ക് പേടിയാ. ചോദിക്കട്ടെ, ശക്തമായ മഴയിൽ ശക്തമായ ഇടിയും മിന്നലും എറിയുമ്പോൾ നിങ്ങളെ അന്ന് ചേർത്ത് പിടിച്ച നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും എവിടെയാണെന്ന് ഈ വാത് കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ വാപ്പ എവിടെയാ? നിങ്ങളുടെ ഉമ്മ എവിടെയാ? നിങ്ങൾ പേടിച്ചപ്പോൾ, നിങ്ങൾ ഭയപ്പെട്ടപ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച ഉമ്മയും വാപ്പയും പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. അതിന്റെ മുകളിലൂടെ പാമ്പിടഞ്ഞു പോകുന്നു, അതിന്റെ മുകളിലൂടെ തേളിഴഞ്ഞു പോകുന്നു, അതിന്റെ മുകളിലൂടെ ഹിംസ്രജീവികൾ അതാ നടന്ന് ഇഴഞ്ഞു പോകുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ഉമ്മാടെ അവസ്ഥയൊന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ വാപ്പാടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആ ഉമ്മയും വാപ്പയും ആ മഴ പെയ്യുന്ന സമയത്ത് പെയ്യുന്ന വെള്ളമെല്ലാം വാപ്പാടെ കബറിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ, ഉമ്മാടെ കബറിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ നീ നിന്റെ മക്കളെ കൂട്ടിച്ചേർത്ത്, നീ നിന്റെ ഭാര്യയെ കൂട്ടിച്ചേർത്ത് അൽഫാമും തന്തൂരിയും വീട്ടിൽ തണുപ്പ് സമയത്ത് കഴിക്കാൻ ഏറ്റവും രസം ചൂടുള്ള മന്തിയാണെന്ന് മനസ്സിലാക്കി നിന്റെ തീന്മേശയിൽ മന്തി വിളമ്പി ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കഴിക്കുമ്പോൾ ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവരാണേ. ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണേ. ഈ നമ്മുടെ പുന്നാര ഉമ്മയും വാപ്പയും ആ കവറിലല്ലേ കിടക്കുന്നത്? പെങ്ങളെ, ഒരു മിനിറ്റെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? ഈ വാത് കേൾക്കുമ്പോഴൊന്നും ചിന്തിച്ചുകൂടെ? എന്റെ ഭർത്താവിനോടൊപ്പമുള്ള നല്ല ജീവിതം സമ്മാനിച്ചതിന്റെ ഉമ്മയുടെ ശ്രമമാ, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാ, എന്റെ വാപ്പാടെ വിയർപ്പാ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും. അതുകൊണ്ട് മഗ്രിബ് കഴിയുമ്പോൾ ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് അല്ലാഹുവിനോട് പടച്ച റബ്ബേ, ഈ ഫാത്തിഹ സൂറത്തിനെ നീ കബൂൽ ചെയ്യണം, അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ വാപ്പാക്ക് ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലേ? അങ്ങനെ ചിന്തിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ? അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും വലിയ നന്ദി കെട്ടവൻ, ഏറ്റവും വലിയ നന്ദി കെട്ടവള് നീയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആരക്കാത്തവർ നന്ദി കെട്ടവരാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. നമ്മുടെ ദുആയുടെ ഇജാബത്ത് പോലും ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ്
അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസാണ്, ലാ തഖൂമു സ്സഅതു ഹത്താ യതബാഹൻ നാസു ഫിൽ മസാജിദ്. ജനങ്ങൾ പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം, ആളുകൾ പരസ്പരം പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം. കുറ്റിവട്ടത്തൊരു പള്ളിയുണ്ട്, വെറ്റമുക്കിലൊരു പള്ളിയുണ്ട്. ഒരു പള്ളിക്കാര് അതിനേക്കാൾ വലിയ പള്ളി ഉണ്ടാക്കുകയാണ്. ഞങ്ങളുടെ പള്ളിയാണ് ഏറ്റവും വലിയ പള്ളി, ഞങ്ങളുടെ പള്ളിയിലാണ് AC ഉള്ളത്, ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ്, ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന ടൈൽസ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ളതാണ്. ആളുകൾ പള്ളിയെ കുറിച്ച് പരസ്പരം അഭിമാനം നടിക്കുന്ന ഒരു കാലമുണ്ടല്ലോ, ആ കാലഘട്ടം വരാതെ ലോകത്തിന് അന്ത്യമുണ്ടാകില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ, നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീർത്തില്ല. ഇദാ ഉസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിർ സആ. ആളുകൾ പള്ളിയുടെ അധികാരത്തിലേക്ക് കൈകാര്യകർത്താക്കളായിട്ട് വരുന്നത് ധിക്കാരികളും തെമ്മാടികളും അല്ലാഹുവിനെ ഭയപ്പാടില്ലാത്തവരും അള്ളാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യാൻ വരുന്നൊരു കാലഘട്ടം സംജാതമായാൽ നിങ്ങൾ ലോകത്തിന്റെ അന്ത്യം പ്രതീക്ഷിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ വെറ്റമുക്ക് പള്ളിയിൽ അവിടുത്തെ ഖത്തീബ് പോയി, പുതിയൊരു ഖത്തീബ് വന്നപ്പം പുതിയ ഉസ്താദിനെ ഇമാമ് നിർത്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇമാമ് നിർത്തി. പുറയിൽ ഉസ്താദിനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ മദ്രസയിലെ മുതിർന്ന അധ്യാപകനല്ല, അവിടുത്തെ സദർ ഉസ്താദല്ല, പള്ളിയിലെ സെക്രട്ടറി വന്ന് പുറയിൽ നിന്ന് കൈകെട്ടി നോക്കുമ്പോൾ ഉസ്താദിന്റെ ഓത്ത് ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ കേൾക്കാം. തെറ്റിച്ചാണെങ്കിലും ശരിയായിട്ടാണെങ്കിലും ഓതുന്നത് അതിന്റെ മ്യൂസിക് കേൾക്കുമ്പം മറ്റുള്ള കമ്മിറ്റിക്കാരോട് പറയും ഷറാണ്. അങ്ങനെ ഈ ഹയവാന് അത്തഹിയാത്ത് പോലെ ഓതാറിയില്ല. ഇവനാണ് സ്ഥാനം പരീക്ഷിച്ചത്. അവനെ സംബന്ധിച്ചിടത്തോളം ഈണം ഉണ്ടായാൽ മതി, തജ്വീദ് വേണ്ട. ഇങ്ങനെയുള്ള ആളുകളെ പള്ളിയുടെ മിഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യാൻ കൊടുക്കും. അവര് വായി വരുന്ന തോന്നിവാസങ്ങൾ മുഴുവനും പള്ളിയുടെ മൈക്കിലൂടെ മിഹ്റാബിലൂടെ തെറ്റായ മസാലകൾ, തെറ്റായ അഖീദകൾ ജനങ്ങളുടെ മുമ്പിൽ അവർ വിശദീകരിച്ചു. കാരണം അവർക്കറിയില്ലല്ലോ, അവരെവിടുന്നോ കേട്ട് തരംപിച്ച കാര്യങ്ങളൊക്കെ വന്നാണ്. ഈ അടുത്ത് ഒരാൾ പ്രസംഗിക്കുന്ന കണ്ട് ഭാര്യയുടെ കവളത്ത് ഒരാൾ നുള്ളിയാൽ 10 ഹജ്ജ് ചെയ്ത ഉംറ. ഇത് കേട്ടിട്ട് എല്ലാവരും പോയിട്ട് ഉംറയുടെ കൂലിയിട്ടാൻ വേണ്ടി പെണ്ണുപേടെ കവളത്ത്. എന്തൊക്കെ കാര്യങ്ങൾ അല്ലാഹു റസൂൽ പറഞ്ഞു. ഭാര്യയെ സ്നേഹിക്കാൻ, പെൺമക്കളുടെ മഹത്വം, ഭാര്യയുടെ മഹത്വം ഇത്ര പറഞ്ഞു. എന്തിനാണ് ഈ കളവ് പറയുന്നത്? 40 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാം. എവിടെയെങ്കിലും ഉണ്ടോ കിതാബിൽ? ഒരൊറ്റ കിതാബിൽ കാണിക്കാൻ കഴിയും 40 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാം. വായി വരുന്നൊക്കെ പറയാൻ. കാരണം ഇത് ഫിഖ്ഹിന്റെ കിതാബ് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ല, അഖീദ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. വായി വരുന്നതൊക്കെ കോതൊക്കെ പാട്ടുന്നതിലൊക്കെ പറഞ്ഞു കൊടുക്കുക, ആളുകൾ അതനുസരിച്ച് അമല് ചെയ്യുക. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കുമാറാകട്ടെ. അള്ളാഹു പിഴച്ചാശയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ മുക്തിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ റേഷൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീന്മേശയിലേക്ക് ഭക്ഷണം വരുന്നു. ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇടുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അയാൾ പെടഞ്ഞു വീണ് മരിക്കുകയാണ്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി തരുമ്പോൾ ഒരു മാസം ഇത്ര കിലോ അരിയാണ് നിശ്ചയിച്ചത്. ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ റേഷനുണ്ട്. അള്ളാഹുവിന്റെ റേഷനുണ്ട്. നമ്മൾ കഴിക്കേണ്ടത് 1 ലക്ഷം അരിമണിയാണെങ്കിൽ 1 ലക്ഷം അരിമണിയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നമ്മൾ കഴിക്കുന്നതിന്റെ എണ്ണം തീർന്നു കഴിഞ്ഞാൽ 1 ലക്ഷം ആകാൻ അടുക്കുമ്പോഴേക്ക് നമ്മുടെ റേഷൻ അവിടെ അവസാനിക്കുകയും നമ്മുടെ ശ്വാസം വേപ്പോട്ടൊന്ന് ദീർഘമായി വലിച്ചെന്ന് താഴേക്ക് വിടുകയും അതോടുകൂടി നമ്മളെന്ന് പറയുന്ന ഹിസ്റ്ററി ഈ ഭൂമുഖത്തുനിന്ന് അവിടെ അവശേഷിക്കുകയായി, ഇവിടുന്ന് വിട പറഞ്ഞു പോവുകയായി. ഇതാണ് നമ്മുടെ ജീവിതം. നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും നമ്മൾ ആഹ്ലാദിക്കുമ്പോഴും അർമാദിക്കുമ്പോഴും ഒക്കെ ഓർക്കേണ്ടത് ഞാൻ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. 114 അധ്യായങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ ഹബീബ റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുക്കുമ്പോൾ അവസാനമായി
അവസാനമായി മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധമായ ഖുർആനിന്റെ അവസാനത്തെ അവസാനത്തെ ആയത്തുമായി വരുന്നത് കള്ളുകുടിയെ കുറിച്ചല്ല, വ്യഭിചാരത്തെ കുറിച്ചല്ല, മറ്റേ ഹലാലുകളെയും ഹറാമുകളെയും കുറിച്ചല്ല. അവസാനമായി അല്ലാഹുവിന്റെ റസൂലിനിറങ്ങിയ വഹി ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബൂവത്തിന്റെ പൂമേനി നോക്കിക്കൊണ്ട് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ചൊല്ലിക്കൊടുത്തത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നബിയെ, അങ്ങയുടെ സമൂഹത്തോട് പറഞ്ഞു നോക്കണേ, പറഞ്ഞു കൊടുക്കണേ, അല്ലാഹുവിലേക്ക് മടങ്ങുന്നൊരു ദിവസമുണ്ടെന്ന് അവരോടൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണേ എന്നാണ് അവസാനമായി വിശുദ്ധമായ ഖുർആൻ ആയത്ത് പോലും ഇറങ്ങിയത്. അതുകൊണ്ടാണ് പള്ളിയിൽ നിങ്ങൾ എത്ര കാലം കൊണ്ട് കേൾക്കുകയാണ് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, എത്ര കാലം കൊണ്ട് കേൾക്കുകയാണ്? എന്താണ് അതിന്റെ അർത്ഥം? എപ്പോഴെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന അർത്ഥം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പള്ളിയിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് ആളുകൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ പതിവായി കേൾക്കുന്ന ഒരു ശബ്ദമല്ലേ? ബാങ്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളായ മനുഷ്യർ കേൾക്കുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത്ര കാലമായിട്ട് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം എന്താണെന്ന്? ഇന്നാ ലില്ലാഹ്, നമ്മളെല്ലാം അല്ലാഹുവിനുള്ളതാ, വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാ. ആ ചിന്തയുണ്ടെങ്കിൽ പിന്നെന്തിനാണ് പെങ്ങളെ നിരാശ? ആ ചിന്തയുണ്ടെങ്കിൽ എന്തിനാണ് പെങ്ങളെ സങ്കടം? ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, ഭർത്താവുമായിട്ട് മടങ്ങുമ്പോൾ ആരാണ്ട് തോപ്പിക്കാൻ വേണ്ടി കയറെടുക്കുന്ന പെങ്ങളെ, കയറെടുക്കുന്ന ചെറുപ്പക്കാരാ, ചിന്തിക്കണേ, നമ്മളെല്ലാം അല്ലാഹുവിനുള്ളതാ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളതാ. അത് എക്കാലത്തും നിലനിൽക്കുകയില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടാകും, ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ ഒരു ആസ്വാദനമുണ്ടാകും, ഒരു ആഹ്ലാദമുണ്ടാകും. ഈമാനോടുകൂടി കാത്തിരിക്കണേ. കയറെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ? ആരെങ്കിലും ഒരാൾ ആരെങ്കിലും കഴുത്തിലേക്ക് കയറിട്ട് ഒരാള് തൂങ്ങി ആത്മഹത്യ ചെയ്താൽ പരലോകത്തവന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ കോടതിയിലെ വിചാരണ കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ. എപ്രകാരമാണോ ദുനിയാവിൽ വെച്ച് അവൻ ആത്മഹത്യ ചെയ്തത്, അപ്രകാരം ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദാ, ശാശ്വതമായിട്ട് നരകത്തിൽ നിന്ന് അവൻ തൂങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, പ്രതിസന്ധി വന്ന് മരിച്ചു കഴിഞ്ഞാൽ റബ്ബ് ആ പരീക്ഷണങ്ങൾക്ക് പ്രതിഫലം തരും, ക്ഷമിച്ചതിന് പ്രതിഫലം തരും. കയറെടുത്താലോ ഈമാൻ അല്ലാഹു തെറിപ്പിച്ച് കളയും. ഏതുവരെ? ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്ത് മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിൽ, പൊതു ശ്മശാനത്തിൽ അടക്കരുതെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്രയും ഗൗരവമാണ്. എന്തിനേറെ ഉഖ്റവിയായ ആലിമീങ്ങൾ ദുആരക്കരുതെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന്റെ മയ്യത്ത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പോണത്? നമ്മുടെ നാട്ടിൽ ഉസ്താദ്മാരെ പോണത് എന്തുകൊണ്ടാ? ഒരു പരിഗണന, ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന അത് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അക്കാരണം കൊണ്ട് ആ കുടുംബം മുഴുവനും അള്ളാഹുവിന്റെ ദീനിനെതിരാകാൻ വഴിയാവും. അതുകൊണ്ട് ആ ഒരു പരിഗണന കൊടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്ത മയ്യത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്താണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും ഒരാൾ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ പരലോകത്ത് അവൻ അങ്ങനെ ആവർത്തിച്ച് ഖാലിദൻ മുഖല്ലദൻ ഫിഹാ, ആ പ്രവൃത്തി അവൻ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പുന്നാര ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അത്തരം പ്രയാസങ്ങൾ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകും. അത്തരം പ്രയാസങ്ങൾ അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കും. എന്തിനാണ് ഈ ആത്മഹത്യ ചെയ്യാൻ തോന്നാനുള്ള കാരണം എന്താ? എന്റെ നാട്ടില് ഒരു സ്ത്രീ വെഡിങ് ആനിവേഴ്സറിയാണ്. ഭർത്താവിനോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് വിഷ് ചെയ്യാത്തത്? ഇവിടെ മനുഷ്യന് ജോലി തിരക്കൊണ്ട് കിടക്കുമ്പോൾ അവിടെ ഉലക്കമ്മേലെ ഒരു വിഷു, ഇത്രേ പറഞ്ഞോളൂ.
6 മാസം പ്രായമുള്ള കുട്ടി തൊട്ടിലിൽ കിടക്കുന്നു. ആ തൊട്ടിലിന്റെ കൊളുത്തിലേക്ക് കയറിട്ട പെണ്ണ് കഴുത്തിൽ കയറിട്ടവൾ തൂങ്ങി. താഴെ 6 മാസം പ്രായമുള്ള കുഞ്ഞു ഉണർന്നു കഴിയുമ്പോൾ എന്റെ ഉമ്മയുടെ അമ്മിഞ്ഞയിൽ നിന്നും മധു നുകരാമെന്ന് ആഗ്രഹിച്ചു കിടക്കുന്ന കുഞ്ഞ് ഏറ്റവും മുകളിൽ പ്രതീക്ഷയും പ്രത്യാശയോടുകൂടി കിടക്കുന്ന കുഞ്ഞിന്റെ തലഭാഗത്ത് ഉമ്മയുടെ ചേതനയറ്റ ശരീരം ഇങ്ങനെ തൂങ്ങുകയാണ്. അല്ല വെറുതെ വിട്ടില്ല കേട്ടോ, ഓളെ അല്ല വെറുതെ വിട്ടില്ല. മയ്യത്ത് കബറടക്കി 6 മാസം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ രമേശ് ചെന്നിത്തല വരെ ഇടപെട്ടിട്ട് പോലും പോലീസുകാർ അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ആ മയ്യത്ത് അവിടുന്ന് തോണ്ടി. മരണപ്പെട്ടു പോയ ഒരാളുടെ ആ കബർ തോണ്ടുക എന്ന് പറഞ്ഞാൽ എത്രമേൽ സങ്കടകരമായൊരു കാര്യമാണ്. അല്ലാഹുവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. നമുക്ക് ദ്വാരക്കാനല്ലാതെ വഴിയില്ലല്ലോ. ചില തോന്നിയാവസങ്ങൾക്ക് മരിച്ചാലും അതിൻ്റെ പാപക്കറകൾ നമ്മളെ പിന്തുടരുമെന്നാണ്. മരിച്ചു കഴിഞ്ഞാലും വെറുതെ വിടില്ല. അള്ളാഹു നമ്മളെ നിന്ദരാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകളെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളത്. ചില ആളുകൾക്കൊരു സുഖമാണ് മറ്റുള്ള ആളുകളെ എവിടെ വെച്ച് കണ്ടാലും മറ്റുള്ള ആളുകളെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളത്. എന്തിനേറെ പറയണം, 5 വക്ത് നിസ്കരിക്കുന്ന മനുഷ്യരുടെ പോലും ഈമാൻ തെറിപ്പിച്ച് കളയുന്നൊരു കാര്യമാണ് നിസ്സാരപ്പെടുത്തുക എന്നുള്ളത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ വലിയ ആളുകളാണ് നമുക്ക് തോന്നും. നിസ്കരിക്കാത്ത ആളുകളെ കാണും വല്ലാത്ത. എൻ്റെ നാട്ടിൽ ഒരാൾ 27-ാം രാവിന് ഒരാൾ മരണപ്പെട്ടു. മുഴുകുടിയൻ 27-ാം രാവിന് മരണപ്പെട്ടു. അപ്പം എൻ്റെ വാപ്പ നോമ്പുകാരുടെ സമയത്ത് പറഞ്ഞതേ അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്ത ഏറ്റവും വലിയ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളൊരു മനുഷ്യനെ ഉപദ്രവിച്ചില്ല എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭയങ്കര ഇഷ്ടമാട്ടോ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം റഹ്മത്താ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വചനത്തിൽ ഒറ്റവട്ടമാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹിന്റെ പേര് പറഞ്ഞത് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഒറ്റവട്ടം പറഞ്ഞു. പിന്നെ പറഞ്ഞതും അർ റഹ്മാനിർ റഹീം, കാരുണ്യം കാരുണ്യം. എന്നിട്ട് അള്ളാഹ്ക്ക് മതിയായില്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീണ്ടും പറഞ്ഞു അർ റഹ്മാനിർ റഹീം, കാരുണ്യം കാരുണ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടം കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെയാടോ മുഗല്ലദായ നജസല്ലേ നായ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകേണ്ട ജീവിയല്ലേ നായ. ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സാനിയത്തായ വ്യഭിചാരിയായ പെണ്ണുവരെ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം റഹ്മത്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരാളെയും നിസാരപ്പെടുത്താൻ പാടില്ല. റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂൽ നബിയെ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കൽ അഹങ്കാരമാണ്, നല്ല വാഹനം മേടിക്കൽ അഹങ്കാരമാണോ, നല്ല വീട് വെക്കൽ അഹങ്കാരമാണോ? അല്ല സ്വഹാബ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കലാണ്. ജനങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകളെ നിസ്സാരമായി കാണുന്ന ആളുകൾ, അതാണ് കിബിറിന്റെ അടയാളം, അഹങ്കാരത്തിന്റെ അടയാളമെന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഖൈറായ ജീവിതവും അഖിബത്ത് നന്നായുള്ള മരണവും അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ വാപ്പയും ഉമ്മയും പലരും മൺമറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടത് ചെറുതാണെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം, ഉസ്താദ് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞതെന്ന്. ഞാൻ പാട്ട് പാടാനും നിങ്ങളെ തമാശക്ക് ചിരിപ്പിക്കാനും വന്ന ഒരാളല്ല ഞാൻ. എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ ഒരുപാട് കാര്യമുണ്ട്. ഡസൻ കണക്കിന് ഹദീസുകളാണ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വചസ്സിൽ നിന്ന് വന്ന തിരുവചനങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത്. നിങ്ങൾക്കിത് കേട്ടിട്ട് ഒരാളുടെയെങ്കിലും കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രസംഗം കൊണ്ട് എനിക്കത് മാത്രമാണ് ലാഭം. പണവും പ്രതാപവും തരുന്ന സൗകര്യങ്ങളും ഭക്ഷണങ്ങളും അതെല്ലാം ഒരു ലീഡ് മാത്രമാണ്. അതിനേക്കാൾ മഹത്വമുള്ളത് എൻ്റെ ഈ പ്രഭാഷണം കേട്ട് ഒരാളുടെയെങ്കിലും ഹൃദയം തുറന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് വേറെയില്ല. മഹാനായ അബൂ മൻസൂർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ശിഷ്യൻ കിനാവിൽ കാണുകയാണ്. കിനാവിൽ ചോദിച്ചു, വമാ ഫഅലല്ലാഹു ബിക്, അള്ളാഹു നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്തത്? അള്ളാഹു എനിക്ക് സ്വർഗം തന്നു, വലിയ സ്ഥാനം തന്നു. എന്താണ് ഉസ്താദെ അതിനുള്ള കാരണം? എൻ്റെ ഇബാദത്ത് കൊണ്ടല്ല, എൻ്റെ സദക്കയും സക്കാത്തും കൊണ്ടല്ല. ഞാനൊരിക്കൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രഭാഷണം കേട്ട സദസ്സിൽ നിന്ന് ഒരാൾ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. ആ കാരണം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എൻ്റെ പ്രഭാഷണം കൊണ്ട് ഒരാൾ കരഞ്ഞപ്പോൾ ആ കാരണം കൊണ്ട് അയാളുടെ കണ്ണുനീരിൻ്റെ ഫളില്, ആ മഹത്വം, അളമത്ത് കൊണ്ട് അള്ളാഹുവിനെ സ്വർഗത്തിൽ കടത്തിയതാണെന്ന് സ്വാത്വികനായ സൂഫി വര്യൻ അബൂ മൻസൂർ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഈ പ്രഭാഷണം കൊണ്ട് നിങ്ങളെല്ലാവരും നല്ല പ്രഭാഷണമാകും,
റാഹത്താണ്, സൗറെ തമാശ പറഞ്ഞു എന്നുള്ളതൊന്നുമല്ല. പറഞ്ഞ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രഭാഷകർ അധികരിക്കുന്നൊരു കാലഘട്ടമാണ്. എല്ലാവർക്കും ആളുകൾക്ക് ഇഷ്ടമുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങൾ പറയാനാണ് താല്പര്യം. ദീൻ പറയാനും ഹക്കായ ദീൻ പറഞ്ഞു കൊടുക്കാനും ആളുകളുടെ ഹൃദയങ്ങളെ ഭേദിച്ചുകൊണ്ട് ഈമാൻ ഉണർത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആളുകൾ തുലവും കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ഇൽമിനെ പിടിക്കുമെന്നല്ല, മറിച്ച് ഉഖ്റവിയായ ആലിമീങ്ങൾ അള്ളാഹു തആല മരിപ്പിച്ചു കളയും. നിങ്ങൾ ചിന്തിക്കും, ബഹുമാനപ്പെട്ട AP ഉസ്താദ് അടക്കമുള്ള, പൊന്മുള ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഈ ഭൂമുഖത്തുനിന്ന് മൺമറഞ്ഞു പോയാൽ ഇനി ആരാണ് നമുക്കൊരു നേതൃത്വമുള്ളത്? അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മഹാനായ ജിബ്രീൽ തങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാർ, AP ഉസ്താദ് അടക്കമുള്ള, പൊന്മുള ഉസ്താദ് അടക്കമുള്ള, ബഹുമാനപ്പെട്ട വൈലത്തൂർ ഭാവ ഉസ്താദ് അടക്കമുള്ള വലിയ സ്വാത്വികരായ പണ്ഡിതന്മാർ, ഇവരെല്ലാം വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ദീൻ പറഞ്ഞു കൊടുക്കാനുള്ളത്? നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ദീൻ ഈ ട്രെൻഡിങ് കാലത്തിനനുസൃതമായി ചില സാഹചര്യത്തിൽ വിൽക്കുന്ന സാധനത്തിന് വലിയ മൂല്യമാണ്. നല്ല തണുപ്പുള്ള സമയത്ത് കപ്പലണ്ടി വിറ്റാൽ നല്ല മാർക്കറ്റാണ്. നല്ല ചൂടുള്ള സമയത്ത് കുലുക്കി സർവത്ത് വിപണന മൂല്യമുള്ളതാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് യൂട്യൂബിൻ്റെ കാലഘട്ടമാണ്. എല്ലാ കാര്യങ്ങളും ദീൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. ആ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കി അതിനകത്ത് കേൾക്കുന്ന ഓരോന്ന് അങ്ങനെ തന്നെ പകർത്തിക്കൊണ്ട് കടം വന്നാൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുകയാണ്. ഇത് ഹദീസിലുണ്ടോ? ഇതിന് ആധികാരികതയുണ്ടോ? മഹത്തുക്കൾ പഠിപ്പിച്ച ഒന്നുമില്ല എന്ന് ചൊല്ലുകയാണ്. ഈ രണ്ടാമത്തത്, ഇത് ഹദീസിലുണ്ടെങ്കിൽ തന്നെ, ഈ ദിക്ർ ഹദീസിലുണ്ടെങ്കിൽ തന്നെ നീ 1 കോടി പ്രാവശ്യം ചൊല്ലിയാലും അള്ളാഹു നിന്റെ പ്രശ്നം പരിഹരിക്കില്ല. എന്തുകൊണ്ട്? ദുആ സ്വീകരിക്കണമെങ്കിൽ എത്ര ഷർത്തുണ്ടെന്നറിയോ? ഹറാമ് തിന്നിട്ട് അതിന്റെ പുറത്ത് കൈകെട്ടിയാൽ 40 ദിവസം വരെ അവന്റെ ഇബാദത്ത് സ്വീകരിക്കത്തില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഒരാൾ പലിശ തിന്നു, അള്ളാഹു പൊരുത്തപ്പെടാത്തൊരു മുതൽ ഒരാൾ തിന്നിട്ട് അതിന്റെ പുറകിൽ അല്ലാഹു അക്ബർ കൈകെട്ടി 40 ദിവസം വരെ അള്ളാഹു തആല അവന്റെ ഇബാദത്ത് സ്വീകരിക്കത്തില്ലെന്ന. ഇങ്ങനെയുള്ള ഒരാൾ 27-ാം രാവിലെ വന്ന് കൈ ഉയർത്തി ദുആരക്കാണ്. സ്വന്തം ഉമ്മയുടെ വരുത്തയില്ല, ഉമ്മയുടെ തൃപ്തിയില്ല. വന്നിട്ട് മനം പൊട്ടി, റബ്ബേ നിന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. കാരണം നിനക്ക് ഏറ്റവും വലിയ ബാധ്യത ഉമ്മയോട് പൊരുത്തം ചോദിക്കല. ഒരിക്കലും ഒരു മുസ്ലിയാർ, ഞാൻ തുറന്നു പറയാൻ, ഒരിക്കലും വലിയൊരു കാര്യപ്പെട്ട മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നും പ്രശ്നം, എന്നും കുട്ടികൾക്ക് രോഗം, ഭാര്യയ്ക്ക് രോഗം, എന്നും പ്രശ്നം. അയാൾ മറ്റൊരാളോട് ചെന്ന് പറഞ്ഞപ്പോൾ സിഹ്റാന്ന് പറഞ്ഞു. അപ്പം അയാൾക്ക് വിശ്വാസമില്ല. ഒരു കേരളത്തിലെ ഒരു സമുന്നതനായ സയ്യിദിനെ, ഒരു തങ്ങളെ കൊണ്ടുവന്ന് വീടിൻ്റെ അകമെല്ലാം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്രശ്നവും കാണുന്നില്ല. അദ്ദേഹം നോക്കുമ്പോൾ ഒരു മുറിയുടെ മൂലക്കൊരു ഉമ്മ ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി, വ്യസനത്തോടു കൂടി, പാതി കരഞ്ഞ കണ്ണുകളുമായി ഒരു ഉമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മാടൊക്കെ ചോദിച്ചു, എന്താ ഉമ്മ, എന്ത് പറ്റി? അതിവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട്, ഒന്നും എന്നോട് ആലോചിക്കില്ല. അവനും എൻ്റെ പെണ്ണുമ്പിള്ളയും കൂടെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുക. എന്നെ ഒരു അരക്കാശിൻ്റെ വില വെക്കൂല്ലെന്ന് പറഞ്ഞു. ആ തങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മുസ്ലിയാരെ തലയൊക്കെ ഊരിക്കള, നിന്റെ പ്രശ്നം ഖിയാമത്ത് നാൾ വരെ മാറൂല. കാരണം നിന്റെ പ്രശ്നം എന്നുള്ളത് ഇവിടെ സിഹറും കണ്ണീറും ഒന്നുമല്ല, കൂടൂത്രമൊന്നുമല്ല, നിന്റെ ഉമ്മാടെ പൊരുത്തം വാങ്ങാൻ പറഞ്ഞു. ചില ആളുകളുടെ ഒരു സ്വഭാവമാണ്. വീട്ടിൽ ഉമ്മയുണ്ട്, ഉമ്മയോടൊന്നും ആലോചിക്കില്ല. എടാ, നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നീ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിനക്കൊരു അപകടവും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത നിന്റെ മിടുക്കൊണ്ട, നിന്റെ നിസ്കാരം കൊണ്ട, നിന്റെ ദുആ കൊണ്ട, ഒന്നുമില്ല. ആ തള്ളയുണ്ടല്ലോ നിസ്കാരപ്പായിരുന്ന് മനം പൊട്ടി മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്നതിന്റെ കാരണം കൊണ്ടാ നമ്മളൊക്കെ ഇങ്ങനെ ആഫിയത്തോടു കൂടി നടക്കുന്നത്. റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാന്, അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാന്, അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാന്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നലെയും പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഏറെ സമയം പള്ളിയിൽ ഇരുന്ന് ദ്വാരന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? പതിവില്ലാതെ മനസ്സമാധാനമില്ല ഉസ്താദ്, മനസ്സമാധാനമില്ല. എന്തേ കാരണം? ഉമ്മ പെണ്ണുമ്പോഴൊക്കെ ഒരു സ്വൈര്യം കൊടുക്കുന്നില്ല. ഒരു പാവപ്പെട്ട പെണ്ണാണ്, എനിക്കറിയുന്ന നല്ല ദീനിയായ പെണ്ണാണ്, ഒരു സ്വൈര്യം കൊടുക്കില്ല. ചില പെണ്ണുങ്ങൾ നല്ല നിസ്കാരമുണ്ട്, നല്ല ദിക്റുണ്ട്, നല്ല തഖ്വയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മരുമോടെ വിഷയത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. രാവിലെ മുതൽ തുടങ്ങും സ്വൈര്യക്കേട്, തോട്ടാ കുഴപ്പം. എന്നാലോചിച്ചു, ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുഞ്ഞിന് പനിയില്ല, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞിന് പനി വന്നാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പനി കൊടുക്കുന്ന അള്ളയാണ്. ഈ പെണ്ണ് മൂക്കിലോട്ട് വെള്ളം അടിച്ച് കയറ്റിയിട്ടല്ലെന്ന്, കൊച്ചിന്റെ മൂക്കിലോട്ട് വെള്ളം അടിച്ച് ഈ പെണ്ണ് കയറ്റിയിട്ടാണ് കൊച്ചിന് ജലദോഷം വന്നത്. അള്ള വെച്ചതാണത്. അത് മനസ്സിലാക്കാൻ തയ്യാറാകണം. ചില പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ വീടിന്റെ 2 കിലോമീറ്റർ ഇപ്പുറം എത്തുമ്പോൾ ഭർത്താവിന്റെ വണ്ടിയുടെ പറയുന്നത് കിടുകിടുകിടുകിടുകിടുന്ന് പറയും. എന്താ ഉമ്മ എന്ത് പറയുമെന്ന് ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനാണ്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയണം ഉമ്മമാരെ, നിങ്ങളെ എങ്ങാണം അള്ളാഹുവിന്റെ ഭൂമിയിൽ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ
നിങ്ങൾ യഥാർത്ഥ മുഅ്മിനല്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം എന്നുള്ളത് മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആർക്കും മരുമോക്കാണെങ്കിലും മരുമോനാണെങ്കിലും കുടുംബക്കാർക്കാണെങ്കിലും ഒരാൾക്കും അയൽവാസിക്കാണെങ്കിലും നമ്മളെ കൊണ്ടൊരു ദ്രോഹം ഇല്ലാതിരിക്കണം. നമ്മളെ കൊണ്ട് ദ്രോഹമുണ്ടോ? നമ്മളെ മറ്റുള്ളവർ ഭയപ്പെടുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും നമ്മൾ വിശ്വാസിയല്ല, നമ്മൾ മുഅ്മിനല്ല. റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെടുന്നവരല്ല. അതുകൊണ്ട് പ്രായം ചെന്ന ഉമ്മമാരോട് പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മകന്റെ മനസമാധാനമാണ് നഷ്ടപ്പെടുന്നത്. പെണ്ണെ, ഭാര്യയെ നീ മനസ്സിലാക്കേണ്ടത് നിന്റെ ഭർത്താവ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ മക്കൾക്കും നിനക്കും ചെലവിന് തരുന്ന നിന്റെ പാവപ്പെട്ട ഭർത്താവിന്റെ സമാധാനമാണ് പോകുന്നത്. രണ്ടുപേരും തമ്മിൽ ബദർ, ഉഹുദ്, ഖന്തക്ക്, ഖൈബർ രണാങ്കണ ഭൂമി വീട്ടിൽ സൃഷ്ടിക്കുമ്പോൾ ഓർക്കേണ്ടത് പാവപ്പെട്ടവൻ തലച്ചോറ് പിളരുകയാണ്. വേമ്പനാട്ടുകായലിൽ പോയി ചൂണ്ടയിടും. എന്താണ് വീട്ടിൽ പോകുന്നില്ലേ? വിശക്കുന്നില്ലേ? ഇല്ല ഉസ്താദേ, ളുഹറായല്ലോ, ഞാൻ അസറവരോട് നിൽക്കും. എന്താ അത്? ആ സമയത്ത് ഉമ്മ അയൽക്കൂട്ടത്തിന് പോകും. എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. എന്താ സൗകര്യല്ലെന്ന്? വീട്ടിലോട്ട് കയറി ചെന്ന ഉടനെ പെണ്ണുപിഴ കുറ്റം. എന്നിട്ട് ഇവൻ വേമ്പനാട്ടുകായലിന്റെ അവിടെ നിന്ന് ചോറ് പോലും കഴിക്കാതെ വേമ്പനാട്ടുകായലിൽ ചൂണ്ടയിടുക 2-3 മണിക്കൂർ. വീട്ടിലോട്ട് ചെയ്യാം. സ്വന്തം വീട്ടിൽ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എവിടെ സമാധാനം കിട്ടുക? എന്നിട്ട് ഉമ്മ ഭയങ്കര ദീനാണ്, ഇങ്ങനെ ഇങ്ങനെ ദിക്ർ എപ്പോഴും തസ്ബീഹ് ഉണ്ടാകും. അപ്പുറത്തെ വിളിച്ചിട്ട് നമ്മുടെ മോൻ ഒരുത്തിനെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, എന്തിനു കൊല്ല. ഈ തസ്ബീഹ് മാല ഇപ്പുറത്തെ കയ്യിലിരിപ്പുണ്ട്. ഈ ഹമുക്കത്തരും ഈ ഗീബത്തും ഒക്കെ പറയുമ്പോൾ സ്വന്തം മരുമക്കൾ. എന്നാൽ ഈ ഉമ്മമാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരവസ്ഥയിലേക്ക് മടങ്ങും. വതീനി വസൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഇപ്പം നല്ല ആരോഗ്യമാണ്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഇനി ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ കാഷ്ടവും നിങ്ങളുടെ മൂത്രവും ഒക്കെ കോരുന്നത് ഈ പെണ്ണാണ്. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് വേണം കേട്ടോ. തലക്ക് സ്വൈര്യം കൊടുക്കണം, കുറച്ചെങ്കിലും മനുഷ്യന് മനസമാധാനം കൊടുക്കണം. തിരിച്ചുകൊണ്ട് ചില മരുമക്കള് അവർക്കിങ്ങനെ വീട്ടിലേക്ക് കയറി കഴിയുമ്പോൾ രാജപദവിയാണ്. പാവപ്പെട്ട ദുർബലരായ ഉമ്മമാരെ കഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാരികളുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മ എന്നുള്ളത് നിങ്ങളുടെ ഉമ്മയാണ്. ആ ഉമ്മയോടുള്ള ബഹുമാനം ഭർത്താവിന്റെ ഉമ്മയോടും ഉണ്ടാകണമെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. മനുഷ്യന്മാരെ സങ്കടപ്പെടുത്തി മനുഷ്യന്മാരുടെ കണ്ണീര് കുടിപ്പിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ആരും വിചാരിച്ചു പോകല്ലേ. അള്ളാഹുവേ, ഖൈറായ ജീവിതവും നന്നായുള്ള മരണവും ഞങ്ങൾക്ക് നസീബാക്കി തരണേ റഹ്മാനേ, ഞങ്ങൾക്കെല്ലാം നസീബാക്കി തരണേ റഹ്മാനേ. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മറ്റൊന്ന്, ഇദാ കസുറ ഖുതബാഉ മനാബിറുക്കും വറകന ഉലമാഉക്കും ഇലാ ഉലാതിക്കും. നിങ്ങളിലെ പണ്ഡിതന്മാരായ ആളുകൾ, പ്രഭാഷകരായ ആളുകൾ ധാരാളമായി വർദ്ധിക്കുക. നിങ്ങളുടെ മിമ്പറുകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാഷകർ ധാരാളമായി കൂടുക എന്നുള്ളത് ഒരെണ്ണത്തിനും, എല്ലാവരും ഞാൻ പറയുന്നില്ല, അധിക എണ്ണത്തിനും ഈമാന്റെ തരിമ്പ് പോലെ ഇല്ലെന്ന് പറയേണ്ടി വരും. രാവിലെ സ്ത്രീകൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പം ഈ അടയാളം നിങ്ങളിലുണ്ടോ, നാളെ നിങ്ങൾ വടിയാകും. ഇപ്പൊ യൂട്യൂബിലൊരു അവസ്ഥയാണ്. എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറയുന്നത്. നിങ്ങൾ സ്വപ്നത്തിൽ ആനയെ കണ്ടോ, നിങ്ങൾ വയറിളകി ഷഹീദാവും. ഇത് കണ്ടിട്ട് സ്ത്രീകൾ മക്കളെ അടുത്ത് വിളിച്ചിട്ട്, ഉമ്മ മരിച്ചാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. ആ വയത് പറഞ്ഞ മൂല്യാരും മന്തിയും കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. നമ്മളിവിടെ മന്ദപ്പായി ടെൻഷൻ അടിച്ചിരിക്കുക. യൂട്യൂബിൽ വരുമാനവും സർക്കുലേഷനും വ്യൂസും കൂടാൻ വേണ്ടി എന്തെല്ലാം തള്ളുകളാണ്. അത് രാവിലെ നമ്മൾ തുറന്നാൽ ഖൈറായ നാഫിയായ ഇൽമ് നമ്മുടെ പള്ളിയിലെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇരിക്കും, അവരുടെയൊക്കെ പള്ളിയുടെ മിനാരങ്ങളിൽ വെച്ച മൈക്കിലൂടെ പരിശുദ്ധമായ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇവിടെ കുറെ ആളുകളുണ്ട്, അങ്ങോട്ട് മൈക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ കെട്ടിയ പെണ്ണിത്തിരി ചന്തം കുറവാണ്. ഉസ്താദിന്റെ പാട്ടെന്ന് ഇതുപോട്ടോ, ഉസ്താദിന്റെ പാട്ടെന്ന് കേട്ടോ, ഇതുപോട്ടോ. പാട്ട് മാത്രമേ കേട്ടോളൂ, ദീമെല്ലാം കേട്ടോ. ഒളിച്ചോടിയ കഥ. ഇതൊക്കെ നമ്മുടെ സമയം വളരെ പാഴാകുകയാണ്. ഇത് തിരിച്ചറിയാൻ ഉമ്മത്ത് തയ്യാറാകണം. നമുക്ക് ഹക്കായ ദീൻ മനസ്സിലാക്കാൻ എന്തൊക്കെ സോഴ്സുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫാറൂഖിനെയും ഉസ്താദിനെയും സിംസാറുൽ ഹക്ക് ഹുദവിനെയും
റഹ്മത്തുള്ളാഹി ഖാസിമിനെയും പേരുസ്താനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പൊയ് വാക്കുകൾ പറയില്ലേ. അവിടെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത ഏതാ? അവിടെങ്ങാണ്ട് ഒളിച്ചോടിയ കഥയും ഇവിടെങ്ങാണ്ട് പെണ്ണ് പിടിക്കാൻ പോയ കഥയൊന്നും അവർ പറയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനല്ലാത്തതൊന്നും അവര് പറയില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രഭാഷണത്തിൽ ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും, അങ്ങനെ അല്ല ആണെന്നല്ല പറയുന്നത്, അങ്ങനെ ആയാൽ പോലും ആ വരുന്ന ചുരുക്കം ആളുകൾ അള്ളാഹുവിൽ അജഞ്ചലമായ ഈമാനുള്ള മനുഷ്യരാണ്. അവരെ സദസ്സിൽ കിട്ടും, വളരെ കുറഞ്ഞ ആളുകളെ കിട്ടും. മറ്റേന്ന് പറഞ്ഞ അങ്ങനെയല്ല. ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ സുഖമാണ്. അവിടെ ഒളിച്ചോട്ടം, ഇവിടെ പെണ്ണ് കേസും, ഇതെല്ലാം പറഞ്ഞ് ഒരായത്ത്, ചില ആളുകളുടെ പ്രഭാഷണത്തിൽ ഒരായത്തോതാവൽ 2 മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നു. ഒരായത്ത് 114 അധ്യായങ്ങളുണ്ട്, 6000 ചില്ലുവാനം ആയത്തുകളുണ്ട്. ഒരായത്തോതി പ്രസംഗിക്കാമല്ലോ. അൽഹംദുലില്ലാഹ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി. സുബ്ഹാന റബ്ബി, ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കയറുമ്പോൾ 2 പെൺകുട്ടികളതാ അവിടെ തുടങ്ങി. എങ്ങനെ വലിയ കാര്യത്തെ വലിയ കേൾക്കുകയാണ്. 2 പെൺകുട്ടികൾ ഇങ്ങനെ കയറി. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വപ്നം കണ്ടോ? ഈ അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ? നിങ്ങൾ നാളെ മരിക്കും. അപ്പൊ അവളിങ്ങനെ സുലീഹ ഉല്ലാസ ചായ എടുത്ത് അവിടെ നിൽക്കണം, അത് കേൾക്കട്ടെ, ഇത് എന്തും അടയാളം എന്നറിയണം, എന്നില്ല അടയാളമുണ്ട്, വെടി തീർന്നു പോവാ. വീഡിയോ കാലിന് തരിപ്പ് മരണത്തിന്റെ അടയാളമാണ്. കാല് തപ്പിയോ തരിപ്പുണ്ട്, അല്ലാഹുവേ അതേ തീർന്നു, വെടി. വെറുതെയാണ്. നമ്മുടെ ഈമാന്റെ ദുർബലത കൊണ്ടാണ്. അല്ലാഹു നമുക്ക് നിശ്ചയിച്ച സമയം അത് ഒരടയാളങ്ങളില്ലെങ്കിലും നമ്മൾ മരണപ്പെടും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ കിട്ടി എങ്ങനെ മരിക്കും, ഇപ്പൊ മരിക്കുമെന്നുള്ള ടെൻഷനല്ല വേണ്ടത്. ഈമാൻ കിട്ടി മരിക്കുമോ എന്നോർത്ത് ഭയപ്പെടും. അല്ലാതെ ആരെങ്കിലും അടയാളങ്ങൾ കണ്ട് ഇപ്പൊ മരിച്ചു പോകും എന്നുള്ള ഭയമല്ല വേണ്ടത്. എപ്പ മരിച്ചാലും ഈമാൻ കിട്ടിയുള്ള മരണമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇദാ കസറ ഖുതബാഉ മനാബിറുകും വറകന ഉലമാഉകും ഇലാ ഉലാതികും. നിങ്ങളിൽ ധാരാളമായി പ്രഭാഷകർ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. വറകന ഉലമാഉകും ഇലാ ഉലാതികും. അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവരധികാരികളായ ഭരണകർത്താക്കളായ ആളുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവര് ഭരണകർത്താക്കളിലേക്ക് ചാടി നിൽക്കുന്നവരാണ്. അവരുടെ പ്രത്യേകത, അവർ ഹറാമിനെ ഹലാലാക്കുന്ന ആളുകളാണ്. യൂട്യൂബിൽ വോഡ്കയുടെ, മദ്യത്തിന്റെ, റമ്മി സർക്കിൾ എന്ന ചൂതാട്ടത്തിന്റെ പരസ്യം വരുന്നു. നമ്മളിടുന്ന വീഡിയോയിൽ പരസ്യം വരുന്നു. ആ പരസ്യത്തിന്റെ കാരണം കൊണ്ട് കിട്ടുന്ന വരുമാനം മേടിച്ച് ആളുകൾ ചോദിക്കും, സാറേ യൂട്യൂബിലെ വരുമാനം ഹലാലാണോ? പിന്നെന്താ ഹലാലല്ലേ? എന്താ കാരണം? എനിക്ക് കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടിയ എനിക്ക് ലോട്ടറി അടിച്ചാൽ അന്ന് മുതൽ എനിക്ക് ലോട്ടറി ഹലാല. എന്റെ വാപ്പ പലിശ മേടിച്ചാൽ അന്ന് മുതൽ എനിക്ക് പലിശ ഹലാലാണ്. ആകാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹമ്മുഹും ബുതൂൻ. വയറാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താ പ്രത്യേകം? ഇതുകൊണ്ട് വന്ന് തിന്നാൽ ഹറാമായ പണം 50 രൂപ സമ്പാദിച്ചാൽ 50 ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും പെങ്ങളെ. ഇത് അനുഭവമാണ്, പലരുടെയും യാഥാർത്ഥ്യമാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട സംഭവങ്ങളാണ്. ആളുകളെ പറ്റിച്ച്, ആളുകളെ ചൂഷണം ചെയ്ത്, പലിശയിലൂടെ ഹറാമിലൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ട് നമ്മുടെ മക്കളെ ഊട്ടിയാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, 50-ന് പകരം 50 ലക്ഷം മുടക്കിയാലും നമ്മുടെ രോഗം മാറില്ല ഉമ്മ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചിന്താശേഷി തരുമാറാകട്ടെ. വഹറമു അലൈഹിമുൽ ഹലാൽ. അവർ ഹലാലിനെ ഹറാമാക്കും, ഹറാമിനെ ഹലാലാക്കും. കണ്ടില്ലേ? വലിയ വലിയ നേതാക്കന്മാര്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അസ്തിത്വം എന്താണെന്നും സ്വത്വം എന്താണെന്നും അറിയുന്ന വലിയ വലിയ നേതാക്കന്മാര് പോയിട്ട് അള്ളാഹുവിന്റെ ദീനിനെതിരായ കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താ? ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നാ പറയുന്നത്.
ജീവിതകാലം മുഴുവൻ മഹാനായ മമ്പുറത്ത് തങ്ങളുടെ ഖാദിമ് കോന്തുനായരാണ്. കാലം എത്ര കടന്നുപോയി മമ്പുറം തങ്ങളുടെ, കാലം എത്ര കടന്നുപോയി മമ്പുറം തങ്ങളുടെ. ഏതെങ്കിലും ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുവദിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം മമ്പുറം തങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും പരിശുദ്ധമായ ഈമാൻ കാത്തു സൂക്ഷിച്ച് തന്റെ പ്രിയപ്പെട്ട സേവകനായി ബഹുമാനപ്പെട്ട കോന്തുനായരെ ഒപ്പം ചേർത്ത ഒരു ചരിത്രമാണ്, സംസ്കാരമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. ആരും ആരുടെയും ആചാരങ്ങൾ നമ്മൾ കടമെടുക്കേണ്ടതില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ക്ഷേത്രമുണ്ട്, അവർക്ക് ആരാധിക്കാനുള്ള സൗകര്യങ്ങളും ആരാധിക്കാനുള്ള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കലാണ് ഏറ്റവും വലിയ മര്യാദ. ഏറ്റവും വലിയ മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആരാധനകളെ അവരുടെ ആരാധ്യന്മാരെ നിഷേധിക്കാതെയും പരിഹസിക്കാതെയും ഇരിക്കലാണ്. കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി ആവിചാര്യം കുര്യ തന്മിത്രം മിത്ര സമുച്ചതേ. ചാണക്യം പറഞ്ഞതാ, കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി അവിചാര്യം കുര്യൻ മിത്രം മിത്ര സമുച്ചതേ. തന്റെ അയൽവാസികൾ, തന്റെ സഹോദരങ്ങൾ, തന്റെ കൂടപ്പറപ്പുകൾ, തന്റെ സഹചാരികൾ, തന്റെ സതീർത്ഥ്യന്മാരായ ആളുകൾ, നമ്മളുടെ കണ്ണിന്റെ പോളകൾ, കണ്ണിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ പോളെ അടച്ചുകൊണ്ട് കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നിന്റെ സഹോദരൻ ഏതു മതക്കാരനായാലും അവനെ നീ സഹായിക്കണേ, അവനോട് സ്നേഹം കാണിക്കണേ, അവനെ നീ സംരക്ഷിക്കണേ എന്ന് പറയുന്ന മഹത്തായ വേദഗ്രന്ഥങ്ങൾ. അക്രിം ജാറക വലൗ കാന കഫിറാ. മോനെ, നിന്റെ അയൽവാസിയായ മനുഷ്യരുണ്ടല്ലോ, അവൻ ഏതു മതക്കാരനായാലോ അവനെ നീ അനാദരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ധിക്കരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ആക്ഷേപിക്കല്ലേ എന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈമാൻ പൂർത്തിയാകണമെങ്കിൽ പോലും ആ അയൽവാസിയോട് സ്നേഹം വേണം, ബഹുമാനം വേണം, ആദരവ് വേണം. ഏത് മതക്കാരനായാലും മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫഅക്രിം ജാറാ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണോ, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുള്ളവരാണോ, ഫഅക്രിം ജാറാ, നിങ്ങൾ നിന്റെ അയൽവാസികളെ ബഹുമാനിക്കണേ, ആദരിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഏത് മതക്കാരനായാലും ബഹുമാനിച്ചേ പറ്റൂ. നിന്റെ ഈമാൻ പൂർത്തിയാവൂല. നീ മുസ്ലിം എന്ന് പേര് കെട്ടി ഖാലിദ് എന്നും റസാഖ് എന്നും പറഞ്ഞ് നടക്കുകയാണ്. നിന്റെ അയൽവാസിയായ ആളുകൾക്ക് നീ ദ്രോഹമാണോ, നീ പ്രയാസമാണോ, നിന്റെ വാക്കിനെ അവർ ഭയപ്പെടുന്നുണ്ടോ, നിന്റെ പ്രവൃത്തിയെ അവർക്ക് വെറുക്കുന്നുണ്ടോ? മോനെ, ലാ യദ്ഖുലുൽ ജന്നാ, നിനക്ക് സ്വർഗമില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോടുള്ള ബഹുമാനവും സ്നേഹവും എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികമായി പരിശുദ്ധം ഇസ്ലാം അതിനൊരു ഫ്രെയിം, ഒരു സ്ട്രക്ചർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സഹായിക്കണം, സ്നേഹിക്കണം, ആവോളം സഹായിക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അവരോടൊപ്പം സഹകരിച്ചു നിൽക്കണം. പക്ഷേ ആരാധനകൾ വിഷയം വരുമ്പോൾ, ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ ആഘോഷം അവർ വേണ്ട രൂപത്തിൽ അവർ ആഹ്ലാദിക്കട്ടെ. നമ്മൾ അവർക്ക് അതിന് സ്വാതന്ത്ര്യം കൊടുക്കും. ഏത് മതവിഭാഗത്തിന്റെ ആഘോഷം വന്നാൽ നമ്മൾ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നേരെ എനിക്ക് അമ്പലത്തിന്റെ അകത്ത് കയറണം, ശ്രീകോവിലിന്റെ അകത്ത് കയറി എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം ഒന്നും പറയാൻ പാടില്ല. കാരണം ആ മതത്തിനൊരു നിയമമുണ്ട്. ശ്രീകോവില് അവർ പരിശുദ്ധമായിട്ട് കാണുന്ന സ്ഥലമാണ്. അത് നമ്മളെ ഒരു കാരണവശാലും നിന്ദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പള്ളിയും അതിന്റെ മെഹ്റാബും അതിന്റെ ചുറ്റുവട്ടവും പരിശുദ്ധമായ സ്ഥലമാണ്. മറ്റുള്ളവരും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് പരസ്പരം ആവോളം സ്നേഹിച്ചും കൊടുത്തും വാങ്ങിയുമായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭരണ നേട്ടത്തിന് വേണ്ടി, ആളുകളുടെ തൃപ്തി കിട്ടാൻ വേണ്ടി, ജനാംഗീകാരം കിട്ടാൻ വേണ്ടി മതേതരത്വമാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന് കരുതി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ വിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല.
എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ചത് പ്രകാരം ഖൈറായ രൂപത്തിൽ ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. മതിയാ? കുഴഞ്ഞ? ഞാൻ കുഴഞ്ഞിട്ട് നിങ്ങൾ കുഴഞ്ഞോ? നിർത്തട്ടെ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ചിന്താശേഷി അള്ളാഹു തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കാണ് സയഅതി അനന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ അലാ ദുഅഫായികും. ഇത് നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്. ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഉസ്താദന്മാരോട് ചോദിച്ചറിയാം, എല്ലാ ദിവസവും ഓരോ ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദേ പള്ളി ജോലി ഉണ്ടോ? ഒരു ജോലി കിട്ടാനുണ്ടോ? പള്ളിയിലെ മുക്രിമാര്, ഞാൻ മുഅദ്ദിനാണ്, ഒരു ജോലി കിട്ടാനുണ്ടോ? മുഅദ്ദിന്മാരിങ്ങനെ തേരാപ്പാരെ അലയാണ് ഒരു ജോലിക്ക് വേണ്ടി. എന്തേ? യേശുദാസിന്റെ സൗണ്ട് ഇല്ല. യേശുദാസിന്റെ സൗണ്ട് 3000 ശമ്പളമാണ്. യേശുദാസിന്റെ ഖുർആൻ ഓതിയിട്ടില്ലേ? സുബ്ഹാനക ലാ ഇൽമ ലനാ. പാവപ്പെട്ടവൻ 10-60 വയസ്സുണ്ട്. സുബ്ഹാനക ലാ, അത്രേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു അങ്ങനെ കൊടുത്തത്. അപ്പൊ കമ്മിറ്റി ഭയങ്കര ചർച്ച. നമ്മുടെ മുഅദ്ദിന് സൗണ്ട് ഇല്ല. ഞാൻ വളാഞ്ചേരി വെങ്ങാട് പഠിക്കുമ്പം ഉസ്താദേ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല, പെണ്ണുങ്ങൾ വല്ല പരാതി, 3000 രൂപ തരും, യേശുദാസിന്റെ ബാങ്കും കൊടുക്കണ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയഅതി അലന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ. ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന്മാരായ ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ഒഴിവാക്കും. എന്ത് കാരണം കൊണ്ട്? അലാ ദുഅഫാഇഹിം, അവർ ദുർബലരാണ്, അവർ സൗണ്ട് ഇല്ല, അവര് അഴകുള്ള ബാങ്കില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവരെ മൈക്കം കൂടെ തട്ടിയാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ നമ്മുടെ പള്ളിയിൽ ഉസ്താദ് അല്ലാഹു അക്ബർ ഒക്കെ അത്രേ പറ്റുള്ളൂ. സാധുവാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലും അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു, യത്റുകൂനൽ അദാൻ, ബാങ്ക് വിളിക്കാലം ഈ മഹല്ലിലെ മുഴുവൻ ആളുകളും കേട്ട ആ ബാങ്കുണ്ടല്ലോ, ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ ബാങ്ക. പക്ഷേ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പള്ളി കമ്മിറ്റിക്ക് അവരെ പറ്റൂല. എല്ലായിടത്തുള്ള പ്രത്യേകതയാണ്. പള്ളി വലുതാകുമ്പം ഉസ്താദ് ചെറുതാവും. നിങ്ങളുടെ പള്ളി ശോചനീയാവസ്ഥ, മൂത്രപ്പരയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു. ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ്. എല്ലാവരും കൂടി സംഗമിച്ച് ഒരു പള്ളി ഉണ്ടാക്കി നോക്കുമ്പോൾ കുബ്ബയൊക്കെ റൗളയുടെ രൂപത്തിൽ റാഹത്ത്. ഒന്നാമത്തെ ജുമാ കഴിയുമ്പോൾ ഉസ്താദൊക്കെ പറയും, ഉസ്താദേ വേറെ എവിടെയെങ്കിലും ജോലി നോക്കണം, കാരണം ഇവിടെ ഇപ്പം ഗൾഫ് മോഡൽ പള്ളിയായി. ഇപ്പൊ ഇവിടുത്തെ ഖിറാഅത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം, ഈ ഒത്ത് വേണം. സ്ഥാനം പഴയ വല്ലുഹാ വല്ലൈലി ഇദാ സജ പറ്റൂല. പറ്റും. യേശുദാസിന്റെ തൊണ്ട അവിടെ നിന്ന് മുറിച്ചുകൊണ്ട് തൊണ്ടക്ക് വെച്ചു കൊടുത്താൽ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് ദീൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും ഫളിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് മടങ്ങും. നമ്മുടെ പള്ളിയിലൊക്കെ ഇവിടെ സദസ്യരോട് ചോദിക്കുകയാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? തുറന്നു പറഞ്ഞു. ഇശാഖാണ്? തെറ്റാണ്, മഗ്രിബിനാണ്. ഏത് പള്ളിയിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കാരം ഏതാ? മഗ്രിബാണ് അല്ലേ? മഗ്രിബല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ. എന്നാൽ ഏറ്റവും ഒരു ദിവസത്തെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? സുബഹിയാണ്. സുബഹിക്ക് 3 സഫാളുണ്ടാവും, മൈക്കും വേണ്ട. ഉസ്താദിന്റെ ശ്വാസം വിടുന്നവരെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക്. അതുപോലെ തന്നെ ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ
അത് കേൾക്കുമ്പോൾ ഒരു മനസ്സിന് റാഹത്താണ്, പ്രസംഗിക്കാൻ ഒരു സന്തോഷമാണ്. സ്വലാത്തുല്ലേ ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ യസ്തഖ്ഫൽ മുഅ്മിൻ, ഒരു വിഭാഗം ആളുകളുണ്ട്, ജനങ്ങളെല്ലാം ആഹ്ലാദത്തിലും ജനങ്ങളെല്ലാം ആനന്ദത്തിലും അവരാഘോഷത്തിന്റെ പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ അതിലൊന്നും പെടാതെ ഒളിച്ച് അവരുടെ ദീൻ പരിശുദ്ധമായ ഇസ്ലാം കാത്തു സൂക്ഷിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ കാലത്ത് അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ 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 പ്രയാസകരമായ ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി യൂട്യൂബിൽ ഒരു പ്രസംഗം കേട്ടു മരണത്തെക്കുറിച്ച്. ആ മരണത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ആ പെൺകുട്ടിയുടെ ഹൃദയങ്ങളെ ഭേദിച്ചു. അവളുടെ കൽബിൽ തോന്നി, എനിക്കൊന്ന് നന്നാകണം, നാളെ മുതൽ നിസ്കാരം തുടങ്ങണം, അന്യപുരുഷന്റെ മുമ്പിൽ എന്റെ ഔറത്ത് മറക്കണം എന്നൊരു പെണ്ണ് തീരുമാനിച്ചു. നാളെ മുതൽ അവൾ പർദ്ദയിട്ടാൽ കുടുംബത്തിൽ നിന്ന് ആക്ഷേപം വരികയാണ്. അവൾ പർദ്ദക്കള്ളിയാണ്, അവൾ കണ്ണുമൂടിയ കള്ളിയാണ്. ഈ ആധുനിക നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിഞ്ഞു നടക്കുന്ന സ്ത്രീയാണ്. എല്ലാ രൂപത്തിലും പരിശുദ്ധമായ ഇസ്ലാം കൈപിടിക്കുന്നവരെ, മുറുകെ പിടിക്കുന്നവരെ ആക്ഷേപിക്കപ്പെടുന്ന കാലഘട്ടമാണെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ കാലത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങളുടെ പരിശുദ്ധമായ ദീൻ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ദീനുള്ളവരാണെന്ന് കണ്ടാൽ അവർ മുഴുവനും നിങ്ങളെ പരിഹസിക്കുന്ന ഒരു കാലഘട്ടം വരും. അത് ലോകാന്ത്യത്തിന്റെ അടയാളമാണെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത മുഖ്ബിറെ സാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖൈറായ ജീവിതവും ആഖിബത്ത് നന്നായുള്ള മരണവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് രാവിലെ വാട്സ്ആപ്പ് എടുത്തു നോക്കുമ്പോൾ കാണുന്ന വാർത്ത, കരുനാഗപ്പള്ളിയിൽ ഒരു സാധുവായ ചെറിയ പെൺകുട്ടി ആറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് അത് രാവിലെ ഞാൻ കണ്ടത്. പ്രഭാഷണത്തിന് വരാൻ വേണ്ടി റഫർ ചെയ്യുമ്പോൾ കിതാബുകൾ ഇങ്ങനെ മറിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ വാട്സപ്പിൽ ടിക് എന്നൊരു ശബ്ദം വന്നു. പെട്ടെന്ന് ഞാൻ ആ വാട്സപ്പ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ സുബ്ഹാന റബ്ബി, നമ്മുടെ പെങ്ങളുടെ പ്രായമുള്ള ഒരു കൊച്ചുമോള് 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവള് ആറ്റിലേക്ക് ചാടി മരണപ്പെട്ടു എന്ന് കാണും. ഇന്നത്തെ യുഗം അതാണ്. സുബ്ഹാനല്ലാഹ്, നാട്ടിലേക്ക് വീണതാണോ ചാടിയതാണോ കൃത്യമായിട്ട് അറിയില്ല. അല്ലാഹു ആ കുഞ്ഞിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ മക്കൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആഫിയത്തോടു കൂടി ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ള സഹോദരിമാരെ, കഴിഞ്ഞ വലിയ പെരുന്നാളിന് ആലപ്പുഴ ചന്തിരൂര് 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ഡോക്ടർ സെറ്റ് എന്ന കളിപ്പാട്ടം വാങ്ങി കൊടുക്കാത്തതിന് ഉമ്മയുടെ ഷാളെടുത്ത് ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ചു. എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം കാണുമ്പോൾ കേവലം ഒരു മരണമായി നമ്മൾ സങ്കല്പിക്കുകയല്ലേ? എന്നാൽ മരണമല്ല. ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മത്റു ഖൈലാ വൽ വലദു ഖൈലാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്ത്യനാളെടുക്കുമ്പോൾ ചെറിയ മക്കൾ അതീവ ദേഷ്യമുള്ളവരാണ്. അവരാഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ എന്തും ചെയ്യാൻ പ്രേരിതമാകുന്ന മക്കളാണ്. അവർക്ക് അവരുടെ ക്രോധവും കോപവും അടക്കാൻ കഴിയില്ല. അതീവ ദേഷ്യക്കാരായ മക്കളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാണ്, ചെറിയ മക്കൾ പോലും അതീവ ദേഷ്യമുള്ള മക്കൾ. ഒന്ന് പറഞ്ഞാൽ 2 പറയും. ഉപദേശിച്ചാൽ ദേഷ്യം പിടിക്കും, ദേഷ്യം പിടിച്ചാൽ അടുത്ത സെക്കൻഡിൽ കയറെടുക്കും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ ഈമാനുള്ള മക്കളാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചതല്ലാത്തൊന്നും ദുനിയാവിൽ നടക്കുന്നില്ലടോ. 1400 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്
ഒട്ടകമല്ലാത്തൊരു വാഹനത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത സമൂഹത്തോട് പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വചനം പറയുമ്പോൾ അന്ന് സ്വഹാബത്തിന്റെയോ അല്ലാത്തവരുടെയോ ഒരു മക്കൾ പോലും ആത്മഹത്യ ചെയ്യാത്ത കാലത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്. ആ കാലഘട്ടം നമ്മളിലേക്ക് സംജാതമായി മുഅ്മിനേ, അതീവ ദേഷ്യമുള്ള മക്കളെ കണ്ടാൽ, അതീവ ക്രോധമുള്ള മക്കളെ കണ്ടാൽ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്ക് ഏതെങ്കിലും ഒന്ന് പാളിപ്പോയിട്ടുണ്ട്? ഇല്ലല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മാ ഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സല്ലി വസല്ലം على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യഅതി സമാനുൻ അലാ ഉമ്മതി, എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം വരാനുണ്ട്. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? മനുഷ്യർക്കിടയിൽ നീതി ഉണ്ടാകില്ല, പരസ്പരം സ്നേഹമുണ്ടാകില്ല, പരസ്പരം ബഹുമാനമുണ്ടാകില്ല. എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ പകയല്ലാത്തതൊന്നും കാണില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എല്ലാവർക്കും പരസ്പരം പുറമേ നോക്കുമ്പോൾ നല്ല ചിരിയാണ്, എല്ലാരും നല്ല ചിരിയാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സുഖല്ലേ, നീട്ടിയൊക്കെ ചോദിക്കും. പക്ഷേ കടിച്ചു കീറാനുള്ള ദേഷ്യമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നുണ പറയുകയല്ല. ഞാൻ ഇങ്ങോട്ട് വാഹനത്തിൽ വരുമ്പോൾ എന്റെ മൊബൈലിലേക്ക് ഒരു സാധുവായ ചെറുപ്പക്കാരൻ ഒരു വീഡിയോ അയച്ചു. എന്നുണ്ട് ആ വീഡിയോ ആണെന്നറിയുമോ? രാത്രിയിൽ ഭാര്യയുടെ പർദ്ദയും ധരിച്ചുകൊണ്ട് ഊരിരുട്ടിന്റെ ആ അർദ്ധരാത്രിയിൽ പള്ളിയിലെ ഖബർസ്ഥാനിലേക്ക് നടന്നു പോകുന്നു. ഈ വീഡിയോ അയച്ചതിന് ഞാൻ ചോദിച്ചു, ഇതെന്താണ്? CCTV വീഡിയോ ആണല്ലോ. അത് പറഞ്ഞു, ഉസ്താദേ, നമുക്ക് വളരെ അറിയുന്ന നമ്മുടെ അയൽവാസിയാണ്. രാത്രിയിൽ ഭാര്യയുടെ പർദ്ദയും ധരിച്ചുകൊണ്ട് ഒളിച്ച് പള്ളിയിലെ ഖബർസ്ഥാനിൽ ചെന്നിട്ട് 2 മനുഷ്യന്റെ രൂപമുണ്ടാക്കി ഖബർ തുറന്നിട്ട് അതിന്റെ അകത്ത് അടക്കുകയാണ്. എന്താ സംഭവിച്ചതറിയോ? ഇദ്ദേഹത്തിന്റെ നേരെ ജ്യേഷ്ഠൻ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. കടുത്ത സിഹ്ർ ചെയ്യാണ്. ഒരു നാണവും ഒരു പേടിയും അള്ളാഹുവിനെ ഭയം എന്ന് പറയുന്ന തെല്ലുമില്ലാത്ത മനുഷ്യൻ. സിഹ്ർ ഇതൊക്കെ സംഭവിക്കൂ? എന്റെ മൊബൈലിൽ ഇപ്പം നിങ്ങൾ ഒരാളെന്റെ മുമ്പിൽ വന്നാൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരും. രണ്ട് ജനാസയുടെ 2 മനുഷ്യന്റെ രൂപം പള്ളിയിലെ ഖബർസ്ഥാനിൽ നിന്ന് തോണ്ടിയെടുക്കും. അത് കുഴിച്ചിട്ട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ മരണപ്പെട്ടു. അനിയൻ ചെറിയൊരു സംശയം തോന്നി. അടുത്ത വീട്ടിലെ ഖബർസ്ഥാനിന്റെ ആ ഭാഗത്തേക്കുള്ള CCTV പരിശോധിച്ചപ്പോൾ അയൽവാസി ഭാര്യയുടെ പർദ്ദയും ധരിച്ചുകൊണ്ട് കൂരിരുട്ടിന്റെ ആ നിശയിൽ പള്ളിയിലെ ഖബർസ്ഥാനിൽ ചെന്ന് ഖബർ തോണ്ടിയിട്ട് ഒരു ഖബറിന്റെ അകത്ത് മനുഷ്യക്കുട്ടിയുടെ രൂപമുണ്ടാക്കി കുഴിച്ചുകൂടിയിരിക്കുകയാണ്. അത് എടുക്കുന്ന രംഗം വരെ എന്റെ മൊബൈലിൽ കിടപ്പുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എവിടെ എത്തി നമ്മുടെ മനുഷ്യൻ? വെള്ളം കിട്ടി മരിക്കില്ല കേട്ടോ. ആലോചിക്കണം. മറ്റുള്ളവൻ 500 രൂപ മുടക്കി ഏതെങ്കിലും ജ്യോത്സ്യനെ കണ്ട് എന്തെങ്കിലും ഒരു ക്രയവിക്രയം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ ഒരു കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വേദനകളും ചെറുതൊന്നുമല്ലേ. ലിസി മുതൽ, കാർമൽ മുതൽ, ആസ്റ്റർ മെഡിസിറ്റി മുതൽ നടന്ന് കടം മേടിച്ച് പണയം വെച്ച് തെണ്ടി പൈസ എടുത്തുകൊണ്ടുവന്ന് ഹോസ്പിറ്റലുകളിൽ മുഴുവൻ ചികിത്സിക്കുന്നു. രോഗം എന്താണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നില്ല. അനേകം ഗുളിക കൊടുക്കുന്നു. ഗുളികയുടെ സൈഡ് എഫക്ട് ഷുഗർ വരുന്നു. ഷുഗർ വന്ന് ശരീരം ക്ഷീണിക്കുന്നു. കുറെ കാലം കഴിയുമ്പോൾ അയാൾ മരണപ്പെട്ടു പോകും. എന്ത് ദ്രോഹമാണ്! സിഹ്ർ ചെയ്തവരെ, ചെയ്യാൻ കൂട്ടുനിൽക്കുന്നവരെ, അതിനു വേണ്ടി പണിയെടുക്കുന്നവരെ, അന്ത്യം ശ്വാസം വലിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തൊണ്ടയിലേക്ക് ഇറങ്ങില്ല കേട്ടോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം, ദേഷ്യം ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കും. എന്തിനാണ് ഈ ദ്രോഹം മനുഷ്യരോട് ചെയ്യുന്നത്?
അതാണ് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, മനുഷ്യർക്കിടയിൽ നിന്ന് റഹ്മത്ത് നീതി എടുത്തു കളയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണോ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ശുദ്രത ചെയ്യുന്നത്, എങ്ങനെയാണോ ഒരു മനുഷ്യനെ ആപത്തിപ്പെടുത്താൻ വേണ്ടി സുബ്ഹാനല്ലാഹ് കൂടൂത്രം ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ കൽബിൽ അതിന് മനസ്സ് വരുന്നത്? ചിന്തിക്കണേ. സിഹ്ർ ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ഈമാൻ ഊരിയിട്ടുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ പണി കൂടുതലും ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്. ശരിയല്ലേ? ഈ പണി കൂടുതലും ചെയ്യുന്നവരാ പെണ്ണുങ്ങളാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലുമുള്ള അന്ധമായ വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം മരണപ്പെടുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞ് അവസാനം നമ്മുടെ ആക്തിബത്ത് തീരുകയുള്ളൂ. നമ്മൾ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യഅതി സമാനുൻ അലാ ഉമ്മതി, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരാനുണ്ട്. ഹമ്മുഹും ബുതൂൻ, അന്നത്തെ മനുഷ്യരുടെ സ്വഭാവത്തിൽ പരമപ്രധാനമായ സ്വഭാവം ഹമ്മുഹും ബുതൂൻ, വയറ് നിറക്കുക എന്നുള്ളതാണ്. തിന്നുക 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 എന്നുള്ളതാണ് ശബദം. രാവിലെ യൂട്യൂബ് എടുത്ത് നോക്കും, കരുനാപ്പള്ളിയിൽ പുതിയ ഹോട്ടൽ തുടങ്ങി. അവിടെ അൽഫാമുണ്ട്, തന്തൂരിയുണ്ട്, പുതിയ കുറെ വെറൈറ്റി ഭക്ഷണമുണ്ട്. പെണ്ണുമുള്ളനെ കയറ്റുക, മക്കളെ കയറ്റുക, പുറകെ ഇരുത്തുക, നേരെ പോവുക. എവിടൊക്കെ തിന്നാൻ കിട്ടുമോ അതിങ്ങനെ കാണുക, ഫോട്ടോ എടുക്കുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക. ആ മനുഷ്യരുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് തിന്നുക എന്നുള്ളതാണ്. ഈ ഹദീസിന്റെ മറ്റൊരു വ്യാഖ്യാനം നമുക്ക് കാണാം. ഹമ്മുഹും ബുത്തൂൻ എന്ന് പറഞ്ഞാൽ ഹറാമും ഹലാലും നോക്കാതെ ഭക്ഷിക്കുന്ന ആളുകൾ. എന്ത് കിട്ടിയാലിഞ്ഞു പോരട്ടെ, എന്ത് കിട്ടിയാലിഞ്ഞു പോരട്ടെ. ഒരു ഹറാമിനെയും പേടിയില്ല, ഒരു ഹലാലിനെയും പേടിയില്ല. കിട്ടുന്നത് എന്തും തിന്നുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാർക്കണ്ഡേയ സമസ്യയിൽ, മഹാഭാരതം നോക്കിയാൽ മാർക്കണ്ഡേയ സമസ്യയിൽ ഒരു വചസ് കാണാം. അതിന്റെ ആശയം ഇങ്ങനെയാണ്: ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കൾ ഗർഭാശയത്തിൽ കടന്ന് കള്ളന്മാരും തെമ്മാടികളും പോക്കരികളുമാകുന്ന ഒരു കാലഘട്ടം, അതാണ് കലിയുഗം. ദ്വാപരയുഗം, കലിയുഗം എന്ന് പറഞ്ഞ രണ്ട് യുഗം. കലിയുഗം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ, അന്ത്യനാള്. കേവലം ഖുർആനിൽ മാത്രമല്ല, വിശുദ്ധമായ ഹദീസിൽ മാത്രമല്ല, മഹാഭാരതത്തിലും അന്ത്യനാളിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ യുഗമാണ് കലിയുഗം. ആ കലിയുഗത്തിലെ മനുഷ്യന്മാരെ കുറിച്ച് പറയാണ്. അവർ പ്രസവിക്കുന്ന കുട്ടികൾ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ കള്ളന്മാരും തെമ്മാടികളുമാണ്. പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞില്ല. എന്താണ് ഇതിന്റെ ആശയം? പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞില്ലേ, ഗർഭകാലത്ത് നല്ലത് ചിന്തിക്കണം, നല്ലത് കേൾക്കണം, നല്ലത് പറയണം, നല്ല താല്പര്യങ്ങൾ പ്രകടിപ്പിക്കണം, എങ്കിൽ കുട്ടി സ്വാലിഹാകുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചില്ലേ? ഈ പറഞ്ഞതിന്റെ ആശയം എന്താണ്? ഈ പറഞ്ഞതിന്റെ ആശയം, ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് ഹറാമു ചെല്ലും. ഭക്ഷണം കഴിക്കുന്ന കുട്ടി കഴിക്കുന്നതൊക്കെ ഹറാമാകും. ഹറാമിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞിന് നന്നാകാൻ സാധിക്കുമോ? നീ ഗർഭിണിയായ കാലഘട്ടത്തിൽ നീ ആളുകളോട് പറയുന്ന ഗീബത്ത് കേട്ട് ഗർഭാശയത്തിൽ കിടന്ന കുഞ്ഞിന് സ്വാലിഹായ ഒരു കുഞ്ഞാകാൻ കഴിയുമോ? നമ്മുടെയൊക്കെ ബാല്യത്തിൽ നമ്മളെയൊക്കെ ഉമ്മമാര് ഗർഭം ചുമന്ന സമയത്ത് ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ മുഷ്ഫിഉം മുഫല്ലലും മുഖദ്ദമും നൂറുല്ലാഹ്. ഇതൊക്കെയായിരുന്നല്ലോ നമ്മുടെ ബാല്യം. നമ്മൾ ഗർഭിണി, നമ്മുടെ ഉമ്മ ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾ കേൾക്കുന്നത് തന്നെ, ഗർഭാശയത്തിൽ നിന്ന് കേൾക്കുന്നത് തന്നെ ഔലിയാക്കന്മാരുടെ, മഹത്തുക്കളുടെ, സ്വാലിഹീങ്ങളുടെ ചരിതം. അധിക മനോഹര നൂറുള്ള അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗതിദരാണ് ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ്. അതൊക്കെ മാറി, അതെല്ലാം മാറി.
കുഞ്ഞുങ്ങൾ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും കേൾക്കുന്നത് പോലും അശ്ലീലപരമായ വാക്കുകളായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിപ്പോയി. ഗർഭിണിയായ ഒരു പെണ്ണ് ടിവിയുടെ മുമ്പിൽ നിന്നൊരു ഒരു ദൃശ്യം കാണുന്നു. ആ ദൃശ്യത്തിൽ പറയുന്ന പരാമർശം അത് അശ്ലീലമാണെങ്കിൽ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി പോലും അത് ഒപ്പിയെടുക്കുന്ന പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മഹാഭാരതം പോലും ഗീത പോലും അത്തരത്തിലൊരു ആശയം പറയുന്നത് ഗർഭാശയത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ തെമ്മാടികളും കള്ളന്മാരുമായിരിക്കും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹമ്മുഹും ബുതൂൻ, അവരുടെ പരമമായ ലക്ഷ്യം എന്നുള്ളത് ഭക്ഷണം കഴിക്കുക, തിന്നുക, ഹലാലെന്നോ ഹറാമെന്നോ നോക്കാതെ തിന്നുന്നവരാണ്. വഖിബിലതുഹും നിസാ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് പെണ്ണ് 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 എന്നുള്ള ചിന്തയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ലോഭ ക്രോധ പരാമൂഢാഹ കാമസക്താജാമാനവാഹ. മഹാഭാരതം വായിച്ച കാണാം. മനുഷ്യരുടെ ചിന്ത കലിയുഗത്തിൽ മനുഷ്യരുടെ നിന്ദ. ലോഭ ക്രോധ പരാമൂഢാഹ കാമസക്ത മാനവാഹ. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് കാമമാണ്, വികാരമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ ഖിബലതുഹും നിസാ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് പെണ്ണാണ്, പെണ്ണാണ്, കാമമാണ്, വികാരമാണ് അവരുടെ ഹൃദയത്തിലുള്ളതെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രാത്രി 12 മണിക്ക് ശേഷം ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കും. ഫോണിൽ ആണുങ്ങളുടെ കാര്യം പറയണം. ഫോണിൽ വിളിച്ച് സുന്ദരിയെ, മുത്തേ, മണിയെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ കടന്നു വരുമ്പം, ഭാര്യ വരുന്നുണ്ട്, നീ കട്ട് ചെയ്യണ്ട, ഫോൺ അവിടെ വെക്കും. അപ്പൊ ഭാര്യക്ക് മുഖത്ത് എന്തെങ്കിലും ഒരു കളലക്ഷണം കാണുമ്പോൾ അവളെ സോപ്പിടാൻ വേണ്ടി, നിന്നെ കല്യാണം കഴിച്ചതാണ് എൻ്റെ ഭാഗ്യം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കാമുകി അപ്പുറത്ത് നിന്നോട് കേട്ട് അപ്പുറത്തെ സൈഡിൽ കേൾക്കുക. ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും ഈ ഫോൺ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം. ഈ ബന്ധം ഇനി വേണ്ട, നിങ്ങളുടെ ഭാര്യയൊക്കെ തന്നെയാണ്, ശരിയാണ്. പക്ഷേ എന്നേക്കാൾ കൂടുതൽ അവളെ കൊഞ്ചിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ആരാ? ഏതോ മൂട്ടിൽ കിടന്നവൾ. പാതിരാത്രിയുടെ യാമത്തിൽ സ്വന്തം ഭാര്യയുടെ സ്നേഹമല്ലാതെ മറ്റുള്ളവരുടെ സ്നേഹം താരാട്ടുപാട്ട് കേട്ടി ഉറങ്ങുന്നവരെ, ഈ എണീറ്റ് നിൽക്കാനുള്ള ശേഷിയെന്ന് നഷ്ടപ്പെട്ട് കിടക്കപ്പായിൽ കിടന്നു മുള്ളുന്നൊരവസ്ഥ വന്നാൽ, അവിടെ കാഷ്ടിക്കുന്ന അവസ്ഥ വന്നാൽ, ഒരൊറ്റൊരുത്തിയും നിന്റെ ആ ബെഡ് തൂക്കാൻ, നിന്റെ കാഷ്ടം തൂക്കാൻ, നിന്റെ മൂത്രം തൂക്കാൻ ഒരു പെണ്ണും ഉണ്ടാകില്ല. ഈ സാധുവായ ഭാര്യയും മക്കളുമല്ലാതെ നിനക്ക് കൂട്ടായിട്ടാരും ഉണ്ടാകില്ല. ഈ ഒരു റിയാലിറ്റി നമ്മളൊക്കെ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കൽബിലൊന്ന് ചേർത്ത് വെക്കണം. ആരാണ് നമുക്കുണ്ടാകുക? ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന വൈകാരികതയുടെ പേരിൽ നമ്മൾ നമ്മുടെ സ്വന്തം കുടുംബത്തെ, ഭാര്യയെ, പ്രിയപ്പെട്ട മക്കളെയൊക്കെ വഞ്ചിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ സുഖലോലുപതയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതൊക്കെ ഒരു നൈമിഷികമായ സുഖമാണ്. അവസാനം നമ്മൾ നമ്മുടെ ഭാര്യയുടെ കാൽക്കൽ വരും. ഇതുപോലെ തന്നെയാ സ്വന്തം ഭർത്താവ്, ഗൾഫിലുള്ള പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ച്, നാട്ടിലുള്ള ഭർത്താവിനെ വഞ്ചിച്ച്, അവൻ പൊറോട്ട അടിക്കാൻ പോകുന്നവനാണെങ്കിൽ കല്ലിന്റെ ചൂട് കൊണ്ട് കൈ കരിപിടിച്ച് വരുമ്പോൾ, സുബ്ഹാന റബ്ബി, ഭർത്താവ് റൊമാൻസ് ഇല്ലാത്തതിന്റെ പേരിൽ, ഭർത്താവിനോട് സ്നേഹമില്ലാത്ത പെങ്ങളെ, അവൻ അറിയാതെ നീ ചാറ്റുന്നുണ്ടോ? അവൻ കാണാതെ നീ മെസ്സേജ് അയക്കുന്നുണ്ടോ? അവൻ കാണില്ല, അവനെ നിനക്ക് മണ്ടനാക്കാം. പക്ഷേ ഇതെല്ലാം കാണുന്ന ഖാലിഖായ റബ്ബ് മുകളിലുണ്ടെന്നുള്ള ചിന്ത വേണേ പെങ്ങളെ. റബ്ബിതെല്ലാം കാണുന്നുണ്ടെന്നുള്ള ചിന്ത വേണേ ചെറുപ്പക്കാരാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ആത്മാർത്ഥത്തിൽ ആമീൻ പറയാൻ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചിന്താശേഷി നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് വന്ന എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അങ്ങനെ എത്രയെത്ര അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അങ്ങനെ എത്രയെത്ര അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുവചസ്സിൽ നിന്ന് വന്നു.
അതെല്ലാം കൂടി നമ്മൾ കൂട്ടിയോജിപ്പിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യമുണ്ടല്ലോ, അത് അന്ത്യനാളിന്റെ തുടക്കമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഖിയാമത്ത് നാളിന്റെ അലയൊലിയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാറണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ തയ്യാറാകണം. നന്നായിട്ട് ജീവിക്കുമ്പോഴൊക്കെ ആളുകൾ പലതും പറയും. ആളുകൾ പറഞ്ഞു തരുന്നത് എന്താ? പുതിയ കാലത്ത് ഇതൊക്കെ എന്തിനാ ഉസ്താദേ ഇതൊക്കെ പറയുന്നത്? മനുഷ്യർ അവർ സന്തോഷിച്ചോട്ടെ, മനുഷ്യർ അവരെ ആഘോഷിച്ചോട്ടെ, അവരുടെ ഇഷ്ടമല്ലേ. മനുഷ്യർ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഉസ്താദേ ഒന്ന് പെണ്ണുമുള്ള ഡാൻസ് ചെയ്താൽ എന്താ കുഴപ്പം? ഇത് ഉമ്മത്തി ഖംസൻ ഫഅലൈഹി ദിമാ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇദസ്തഹല്ലതു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ഹലാലാക്കിയാൽ, ഖംസൻ 5 കാര്യങ്ങളെ എന്റെ ഉമ്മത്ത് ഹലാലാക്കിയാൽ, ഫഅലൈഹി ദിമാ, അവർക്ക് സർവനാശമാണെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ 5 കാര്യങ്ങളെ എന്റെ ഉമ്മത്ത് ഹലാലാക്കും. അതിലൊന്നാമത്തെ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വഖ്തഫർരിജാലു ബിർരിജാൽ, ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നോക്കണേ മുഅ്മിനേ, ലോകത്തിന്റെ നാശമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കാണുന്നില്ലേ ലെസ്ബിയൻ വിവാഹം? നിങ്ങൾ കാണുന്നില്ലേ? പെൺകുട്ടികളും ചെന്ന് കോടതിയോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം, കോടതിയിൽ നിന്ന് അനുമതി മേടിക്കുന്നു. സ്വർഗ വിവാഹം നമ്മുടെ രാജ്യത്ത് അനുവദിച്ചിരിക്കുകയാണ്. വിവാഹം കഴിക്കുന്നു, ഒന്നിച്ച് ജീവിക്കുന്നു. എത്ര പ്രതീക്ഷയിൽ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവന്നതാ. മദ്രസയിൽ 10ാം ക്ലാസ് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നതാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഏതൊക്കെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുത്തതാ. പക്ഷേ നിരീശ്വരവാദം, യുക്തിവാദം ഹൃദയത്തിലേക്ക് കടന്നുപോയി. ചില സുഖങ്ങളും ചില സന്തോഷങ്ങളും അത് കിട്ടിയപ്പോൾ അത് നിത്യമാകണമെന്ന് അവരാഗ്രഹിച്ചു പോയി. പേടിക്കണം, നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇദസ്തഹല്ലതു ഉമ്മത്തി ഖംസൻ ഫഅലൈഹി ദിമാ വഖ്തഫർരിജാലു ബിർരിജാലി വന്നിസാഉ ബിന്നിസാ, പെണ്ണ് പെണ്ണിനെയും ആണിനെയും വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ സമുദായമേ പേടിക്കണേ, ഉമ്മത്തിന്റെ നാശമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ പറഞ്ഞു നിർത്തിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എന്റെ ഉമ്മത്ത് 5 കാര്യങ്ങളെ ഹലാലാക്കുന്ന കൂട്ടത്തിൽ അവർ ഹലാലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. വത്തഖിദുൽ ഖിയാൻ, നൃത്തം ചെയ്യുക എന്നുള്ളത് അവർ ഹലാലാക്കുന്ന ഒരു കാലഘട്ടം വരും. ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്നു നോക്കിയാൽ 50ഉം 60ഉം വയസ്സുള്ള ഉമ്മമാര്, സുബ്ഹാന റബ്ബി, നമുക്ക് കണ്ടിട്ട് ചെറുപ്പക്കാരികളെക്കാൾ കൂടുതൽ പ്രായം ചെന്ന 40ഉം 50ഉം വയസ്സുള്ള 4ഉം 5ഉം മക്കളുള്ള ഉമ്മമാര് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് തുള്ളുന്ന തുള്ളല് കാണുമ്പോൾ ഉമ്മ ചിന്തിക്കണേ, ഈ കളിയെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം വരുമെന്ന് നീ ചിന്തിക്കണേ. അന്ന് ലൈക്ക് തന്നവരും ഷെയർ തന്നവരും ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കിയവരാരും നിന്റെ ഒപ്പം ഉണ്ടാകില്ല ഉമ്മ. അല്ലാഹു തആല ഒരാൾക്ക് നാശം അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരു മനുഷ്യൻ അല്ലാഹു തആല നാശം ഉദ്ദേശിച്ചാൽ അല്ലാഹു ആദ്യം ചെയ്യുന്നത് അവരിൽ നിന്ന് ലജ്ജ അല്ലാഹു ഊരിക്കളയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ലജ്ജ പോയാൽ പിന്നെ എന്ത് കാര്യം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാണ്, ലജ്ജ പോയാൽ പിന്നെ എന്ത് കാര്യം? നാണമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി. നാണമെന്ന് പറഞ്ഞേ അൽ ഹയാഉ നിസ്ഫുൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുണ്ടുടുത്തിട്ടുണ്ട്, അവിടുത്തെ മേനി മറച്ചിട്ടില്ല. ആ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇരുത്തത്തിൽ തന്നെ അവിടെ ഇരുന്നു.
രണ്ടാമത് കടന്നു വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോഴും ആ ഇരുത്തം അവിടെ അങ്ങനെ ഇരുന്നു. മേൽ ഉടുപ്പ് ധരിച്ചിട്ടില്ല, ഷർട്ട് ധരിച്ചിട്ടില്ല. മൂന്നാമത് കടന്നു വരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉടനെ അവിടുത്തെ മേൽത്തട്ടമെടുത്ത് ശരീരം അങ്ങ് മറച്ചു. എന്തേ കാരണം? ആദ്യം വന്നത് ഒന്ന് ഭാര്യയുടെ വാപ്പയും രണ്ടാമത്തത് മരുമോനുമാണ്. മൂന്നാമത് വന്നത് ഔട്ട് സൈഡിൽ നിന്നുള്ള ആളാണ്. നാണം, മാനം, ലജ്ജ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ കണ്ടില്ലേ, മീൻ വാങ്ങാൻ വേണ്ടി മുറ്റത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് മീൻകാരനോട് ഒരു മത്തിയും കൂടെ തന്നൂടെ ഇങ്ങനെ താളത്തിൽ പറയും, ഒരു മത്തിയും കൂടെ തന്നൂടെ. പിന്നെന്താ സുഹറ, തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? നാണമില്ലാത്ത പരിപാടിയാണ്. നിൽക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതൊക്കെ നല്ല രൂപത്തിൽ കിട്ടണം കേട്ടോ. നാളെ എനിക്ക് ട്രോൾ കിട്ടേണ്ടതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരും. അള്ളാഹു ആഖിബത്ത് ഖൈറായ ജീവിതവും ആഖിബത്ത് നന്നായുള്ള മരണവും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നാണമില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഞങ്ങളുടെ അയലത്തുണ്ട് ഒരു പെണ്ണ്. 2-3 പ്രാവശ്യമൊക്കെ അവരൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പണി നല്ലതല്ല, നിങ്ങളുടെ മക്കളൊക്കെ വളർന്ന് വലുതായി, ഒരാൾ മുത്തഅല്ലിമാണ്, ഈ പണി നിർത്തണം. ഞാനത് പറഞ്ഞുകൊണ്ട് ഇപ്പം ഡെയിലി 3 എണ്ണം വെച്ചാണ് അവിടെ ചെയ്യുന്നത്. പണ്ടൊരാൾ കള്ളുകൂടി നിർത്തി ഷാപ്പിലാണ് കിടക്കുന്നത് പറയത്തില്ലേ, ഒരാൾ ഉപദേശിച്ചു കൊടുത്തു കള്ളുകൂടിയൊക്കെ നിർത്താൻ പറഞ്ഞു. ഇപ്പം അയാൾ കള്ളു കുടിക്കുന്നില്ല, പക്ഷേ ഷാപ്പിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ 2 റീൽസ് രാവിലെ അവല് സുബൈക്ക്. അന്നെങ്കിൽ പണ്ടാറി ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുമില്ല. രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ എൻ്റെ വീട് കൂരയല്ല, ഇന്നിപ്പോൾ ഞാൻ കഴിയുന്നു മാളികയിൽ, മുഞ്ചും തേടിയാലയാൻ സമയമില്ല, ഇനി പോയ കാലം വരികയില്ല. ഇത് പാടുമ്പോഴും സക്രാത്തിന്റെ വലി ഇങ്ങനെ വലിക്കുന്നുണ്ട്. കാരണം പ്രായമുണ്ട്. അള്ളാഹു നമുക്ക് കാത്തിബത്ത് നന്നായുള്ള മരണം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നാണം കെട്ട പണിക്ക് നമ്മൾ നിൽക്കരുത് കേട്ടോ. നമ്മുടെ ഈമാൻ, നമ്മുടെ ആഖിബത്ത് മോശമായി പോകും. അള്ളാഹു ഖൈറായ ജീവിതവും ഖൈറായ മരണവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ലോകത്ത് നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും അന്ത്യനാളിന്റെ അലയൊലികളാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും ദർശിക്കുന്നത്. ആ ദർശനം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകമിതാ തകരാൻ പോകുന്നു, പ്രപഞ്ചമിതാ നശിക്കാൻ പോകുന്നു, ഉമ്മത്ത് അന്ത്യശ്വാസം വലിക്കാൻ പോകുന്നു. അതുകൊണ്ട് ലോകമെങ്ങാണം അവസാനിക്കാൻ വേണ്ടി റബ്ബ് അതിന്റെ അള്ളാഹു അതിന്റെ തുടക്കമാക്കിയാൽ എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. റഹ്മാനായ റബ്ബിനോട് റബ്ബേ ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന് റഹ്മാനായ റബ്ബിനോട് കേണ് പറഞ്ഞിട്ടും കാര്യമില്ല. ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ ദിവസമങ്ങായാൽ പിന്നെ തൗബ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നമാ ബകാഉകും ഫീമാ സലഫ ഖബലകും മിനൽ ഉമ്മഘട്ടം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഈ സമുദായം ശേഷിക്കുന്ന സമയം അത് അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അത്രയും സമയമുള്ളൂ, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ഒരു അസറിന്റെയും ഒരു മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അത്രക്കുള്ള സമയമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം അത് പൂർത്തീകരിച്ചില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ചുറ്റുവട്ടമുള്ളവർ പറയും, ഒന്ന് അടിച്ചു പൊളിച്ചൂടെ, ഒന്ന് സന്തോഷിച്ചൂടെ, ഒന്ന് ആനന്ദിച്ചൂടെ, ഒന്ന് ആഹ്ലാദിച്ചൂടെ. എല്ലാം അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. സന്തോഷം അനുവദിച്ചിട്ടുണ്ട്, ചിരി അനുവദിച്ചിട്ടുണ്ട്, ആഹ്ലാദം അനുവദിച്ചിട്ടുണ്ട്, എന്റർടൈൻമെന്റുകൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ധാർമ്മികമാകണം. തോന്നിവാസങ്ങൾ അള്ളാഹു തആല അനുവദിച്ചിട്ടില്ല. തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും അള്ളാഹു അനുവദിച്ചിട്ടില്ല. ആരെങ്കിലും ആ വഴിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഓതുന്ന ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ മുൽക്ക്. അതൊന്ന് ഓതി നോക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അല്ലാഹു പറയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, മരണവും അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, മരണവും ജീവിതവും. ഖുർആൻ തെറ്റിപ്പോയി. കാരണം
ജീവിതത്തിന് ശേഷമല്ലേ മരണം? എന്താ ഖുർആൻ അങ്ങനെ പറഞ്ഞത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. മരണവും ജീവിതമല്ല, ജീവിതവും മരണവുമല്ലേ? ഖുർആൻ കറപ്ഷൻ സംഭവിച്ചോ? അല്ല. മരണവും അനന്തര ജീവിതവും ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അത് നിങ്ങൾക്കൊരു പരീക്ഷണമായി അല്ലാഹു നൽകിയതാണ്. എന്തിനു വേണ്ടി? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത്, നിങ്ങളിൽ ആരാണ് സൽക്രമം ചെയ്യുന്നതെന്ന് അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും അനന്തരമായ ജീവിതം അല്ലാഹു തആല നിങ്ങൾക്ക് സംവിധാനിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ. മനസ്സിലായോ? അപ്പം മരണമുണ്ട്, അനന്തര ഒരു ജീവിതമുണ്ട്, അവിടെ മഹ്ശറയുണ്ട്, അവിടെ ഹിസാബുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഈ ജീവിതം ഒരു പരീക്ഷാഹാളാണ്. ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ചിട്ടുള്ള ഈമാന്റെ വിളക്ക് അണയാതെ ജനനത്തിൽ നിന്ന് മരണത്തിലേക്ക് എത്തണേ എന്നുള്ളതാണ് ജീവിതത്തിന്റെ ടാസ്ക്. ഒരു കഥയിലൂടെ ഞാൻ അത് അവതരിപ്പിച്ചു തരാം. മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരുടെ ഭാര്യ ഒരു വേളയിൽ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, എന്റെ കുടുംബത്തിൽ ഒരു സെലിബ്രേഷൻ ഉണ്ട്, ഒരു പരിപാടിയുണ്ട്, എനിക്ക് അതിലൊന്ന് പങ്കെടുക്കണം. ലുഖ്മാൻ തങ്ങൾ പറഞ്ഞു, പങ്കെടുത്തോ പെണ്ണേ, പക്ഷേ ഒരു നിയമമുണ്ട്. നീ ആ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്നതുവരെ നിന്റെ കയ്യിൽ ഞാൻ ഒരു ദീപം, ഒരു വിളക്ക്, ഒരു മെഴുക് തിരിനാളം ഞാൻ കത്തിച്ചു വെക്കും. അത് അണയാതെ നീ പോയി തിരിച്ചു വരണേ. അങ്ങനെ നീ തിരിച്ചു വരുമ്പോൾ നിന്റെ വിളക്കെങ്ങാണം അണഞ്ഞു പോയാൽ നീയും ഞാനും തമ്മിലുള്ള ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കുമെന്ന് മഹാനായ ലുഖ്മാൻ തങ്ങൾ പറയുകയാണ്. റിയാലിറ്റിയിൽ അങ്ങനെ ഉപേക്ഷിക്കുന്നത് കൊണ്ടല്ല, നമുക്ക് പിൽക്കാലത്ത് വരുന്ന നമുക്കൊരു പാഠം തരികയാണ്. ലുഖ്മാൻ തങ്ങളുടെ ഭാര്യ അവിടെ കുടുംബത്തിലെ ചടങ്ങിൽ പങ്കെടുത്തു. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വിളിക്കുന്നു, പോകുന്നില്ല. ചുറ്റുവട്ടത്തെല്ലാവരും ചിരിയും കളിയും തമാശയും. അതിനൊന്നും പങ്കെടുക്കാതെ പേരിനവിടെ പോയി മടങ്ങി വീട്ടിലേക്ക് വന്നു. ലുഖ്മാൻ തങ്ങൾ ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, ആ പരിപാടിയിൽ നീ പങ്കെടുത്തോ? അതെ. എന്തായിരുന്നു അവിടുത്തെ ഭക്ഷണം? അറിയില്ല. ആരെയെല്ലാം അവിടുന്ന് കണ്ടു? അറിയില്ല. എന്തെല്ലാമായിരുന്നു അവിടെ നടന്ന ചടങ്ങ്? എനിക്കറിയില്ല. എന്തേ അറിയാതിരുന്നത്? ആഘോഷങ്ങളെല്ലാം നടക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ചിന്ത മുഴുവനും എന്റെ കയ്യിലിരിക്കുന്ന ഈ വിളക്കെങ്ങാണം അണഞ്ഞു പോയാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമല്ലോ എന്ന ഭയം കൊണ്ട്, പ്രിയപ്പെട്ടവരെ, കഴിച്ച ആഹാരം എന്താണെന്നറിയില്ല, ആരെയെല്ലാം കണ്ടുമുട്ടിയെന്നറിയില്ല, എന്തെല്ലാം ആഘോഷങ്ങൾ അവിടെ നടന്നെന്ന് എനിക്കറിയില്ല. ഈ വിളക്കണഞ്ഞു പോകുമോ എന്നുള്ള ചിന്തയിൽ എന്റെ മനസ്സും എന്റെ ശരീരവും മുഴുവനും, എന്റെ ചിന്താമണ്ഡലങ്ങൾ മുഴുവനും ഈ വിളക്കിലേക്കായിരുന്നു തങ്ങളെ എന്ന് ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ഭാര്യ അവിടുന്ന് പ്രിയപ്പെട്ടവരോട് പറഞ്ഞു. ഭാര്യ ചോദിച്ചു, എന്തിനാണ് ഈ പരീക്ഷണം? ലുഖ്മാൻ തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ട പ്രിയതമേ, ഇതുപോലെയാണ് സത്യവിശ്വാസി. അവൻ ജനനം മുതൽ മരണം വരെ എത്തുമ്പോൾ അവന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള സെലിബ്രേഷനുകൾ ഉണ്ടാകും. ദുനിയാവിന്റെ വിവിധ തരങ്ങളിലുള്ള കാഴ്ചകൾ, അലങ്കാര കാഴ്ചകൾ ഉണ്ടാകും, ആഘോഷങ്ങൾ ഉണ്ടാകും, മദ്യസദസ്സുകൾ ഉണ്ടാകും, മദിരാശിയുടെ സദസ്സുകൾ ഉണ്ടാകും, തോന്നിവാസങ്ങളുടെ നൃത്തത്തിന്റെ ചുവടുവപ്പിന്റെ സദസ്സുകൾ ഉണ്ടാകും. അവിടെയെല്ലാം റഹ്മാനായ റബ്ബ് നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച വിളക്ക് അണയരുതേ എന്ന് ഓർത്തുകൊണ്ട് വേണം ഓരോ ചുവടും നമ്മൾ മുന്നോട്ട് വെക്കാനെന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യയെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്, നമ്മുടെ ഹൃദയത്തിലെ വിളക്കണഞ്ഞോ? നമ്മുടെ ഹൃദയത്തിലെ വിളക്കണഞ്ഞോ ഒരു ടെസ്റ്റ് വേണ്ടേ? അതിന് ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഹൃദയത്തിന്റെ വിളക്കണഞ്ഞോ എന്നറിയാൻ ഏറ്റവും നല്ല മാർഗം നമുക്കൊരു വഅലിന്റെ സദസ്സിൽ ഇരിക്കാൻ കഴിയുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണേ.
ഇവിടെ ഈ വെറ്റമുക്കിൽ എത്രയോ പല വിധത്തിലുള്ള തിരക്കുകൾ മനുഷ്യർക്കുണ്ട്. ഈ വെറ്റമുക്കിൽ ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ ഹബീബായ തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപാടി നടക്കും. നമ്മളിവിടെ പറയുന്നത് ഇവിടെ ഡാൻസോ നൃത്തമോ ചുവടുവെപ്പുകളോ ഒന്നുമില്ല. ഞാനിവിടെ തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് ഡസൻ കണക്കിന് ഹദീസുകൾ വെച്ചാണ് ഞാനിവിടെ സംസാരിച്ചത്. എത്ര പേരുണ്ട് നമ്മൾ ശ്രമിക്കാൻ? ആളുകൾക്ക് ഇത്തരം മജ്‌ലിസുകളോട് വിരക്തി തോന്നി തുടങ്ങി. ആളുകൾക്കൊട്ടും താല്പര്യമില്ലാതായി തുടങ്ങി. മണിക്കൂറുകളോളം ഒറ്റ കിടപ്പിൽ കിടന്ന് രാത്രി ഒരു പണ്ടത്തെ കാലത്തൊക്കെ കള്ളം കയറാൻ പറ്റും. ഇപ്പോൾ ഒറ്റ വീട്ടിലും കള്ളം കയറുന്നില്ല. കാരണം കള്ളൻ ഇങ്ങനെ കുനിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ചുമ കേൾക്കാം. കാരണം ഇവൻ 1 മണിക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഇരിക്കുകയാണ്. കള്ളന്മാരൊന്നും ഇപ്പൊ കയറുന്നില്ലല്ലോ ഒരു വീട്ടിലും. എല്ലാവരും ഉണർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഉറങ്ങിയാലും നമ്മുടെ വീട്ടിലെ പെൺപിള്ളേർ ഉറങ്ങുന്നില്ല, നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ ഉറങ്ങുന്നില്ല. എന്റെ ജല്ല ജലാലായ റബ്ബേ, കഴിഞ്ഞ ദിവസം മമ്പുറം സിയാറത്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ കോഴിക്കോടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. കോഴിക്കോടുള്ള പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് കയറി. ഈ തോട്ടപ്പള്ളിയിൽ ഞാൻ ബസ്സിറങ്ങുന്നത് വരെ എന്റെ തലയിൽ ഞാൻ ഷാൾ ഇങ്ങനെ ചുറ്റി മൂടി നിൽക്കേണ്ടി വന്നു. കാരണം ഇത്രയും മനുഷ്യന്മാര് ഇത് കാണുന്നുണ്ട്. മുകളിൽ ക്യാമറ ഇരിപ്പുണ്ട്. ഒരു പേടിയില്ല, പച്ച തോന്നിയാസം. അപ്പൊ തൊട്ടടുത്തിരുന്നൊരു മനുഷ്യൻ, സഹോദര സമുദായത്തിൽപ്പെട്ട അയാൾ പറയുന്നുണ്ട്, സദാ ആ പെൺകുട്ടിയുടെ തലയിൽ തട്ടമുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. തല കുനിച്ച് കുറെ നേരം ഇങ്ങനെ കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ വയ്യ. നമ്മൾ വലിയ സൂഫികളായതുകൊണ്ടല്ല, ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. നാണക്കേടല്ലേ, മോശമല്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സ്കൂളിൽ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ് കഴിഞ്ഞ് മദ്രസയിലേക്ക് പോകരുത്, പീഡിപ്പിക്കും മദ്രസയിലേക്ക് വിടരുത്. 10ാം ക്ലാസും +2 ഒക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് കല്ലട ബസ്സിൽ കയറി ബാംഗ്ലൂർ പോകുന്നത് വരെ കൂടെ ആരാണ് പോകുന്നത് ഉമ്മാക്കറിയില്ല. ഈ നാട്ടിൽ തന്നെയല്ല ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ, ഒപ്പം പഠിച്ചൊരു ചെറുപ്പക്കാരൻ കാമുകൻ കൊലപ്പെടുത്തിയത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ ചിന്തിക്കണം. ആളുകൾ നമുക്ക് പലതും ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയൊക്കെ വഴികൾ പറഞ്ഞു തരാൻ 100 കണക്കിന് മനുഷ്യരുണ്ടാകും. അത്രമേൽ നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറുന്നു. എല്ലാരും വിചാരിക്കുന്നത് അവരും അള്ളയും തമ്മിൽ. ഉസ്താദെ, പറഞ്ഞു 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 ഞങ്ങൾ കുഴഞ്ഞു. ലാ യൽഖല്ലാഹ അഹദും ബിദംബിൻ അഅ്ളമ മിൻ ജഹാലത്തി അഹ്ലി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ സ്വഹാബാ ലാ യൽഖല്ലാഹ അഹദും ബിദംബിൻ അഅ്ളമ മിൻ ജഹാലത്തി അഹ്ലി. ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം അവൻ റബ്ബിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നത് അവൻ ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ പാതകമായി റഹ്മാനായ റബ്ബ് അവനെ വിലയിരുത്തുന്നത് മിൻ ജഹാലത്തി അഹ്ലിഹി. അവന്റെ ഭാര്യക്കും പെൺമക്കൾക്കും അവൻ വേണ്ട ദീൻ കൊടുക്കാത്തതാണ് അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമുക്ക് ഇതൊക്കെ ആരോട് പറയാൻ? ഇത്തരം സദസ്സുകൾ ആളുകൾ തിരസ്കരിച്ചു തുടങ്ങി. ആളുകൾക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സദസ്സിലിരുന്നു കൊണ്ട് മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂൻ, ഇങ്ങനെ ഓതി ആയത്തോതി ഇങ്ങനെ ഖബറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ സദസ്സിലിരുന്ന മുഴുവൻ മനുഷ്യരും ഏങ്ങി 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 തേങ്ങിക്കരഞ്ഞു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പ്രസംഗത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ആദ്യം തന്നെ ഒരാൾ എണീറ്റിട്ട് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു കൈ പിടിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, വളരെയധികം എനിക്ക് ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കി. എന്റെ കണ്ണുകൾ ഈറനണിയിച്ചു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇരു കവിളത്തും ചുംബനം കൊടുത്തു. അങ്ങനെ ആളുകൾ സദസ്യരെല്ലാവരും പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് കാണുന്നില്ല. ഈ കരഞ്ഞവൻ ആ ചെരുപ്പ് അടിച്ചുകൊണ്ട് പോയി. ഞാൻ ഓർക്കണം, ഒരു 27-ാം രാവിന് നമ്മുടെ മുല്ലാത്തോളപ്പ പള്ളിയിൽ ഒരു എങ്ങനെ പോയാലും 10-600 ആളുകളുണ്ടാവും. 27-ാം രാവിന് എത്തിക്കാതിരിക്കാൻ വരുന്ന പിള്ളേരിൽ കുറച്ച് ആളുകൾ മുകളിൽ ഭയങ്കര ഒരു വട്ടം, അങ്ങനെ വട്ടം കണ്ടിട്ട് ഞാനിങ്ങനെ ഓടിച്ചെന്ന് ഇവരെന്താ ഞാൻ ഓർത്ത് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഹൽക്കയാണ്, ദിക്റിന്റെ ഹൽക്കയാണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ലുഡോ കളിക്കുകയാണ്, മൊബൈലിൽ ലുഡോ കളിക്കാൻ. അപ്പൊ ഞാൻ ഉമാരെ മൊബൈലൊക്കെ മേടിച്ചിട്ട് ഇതൊക്കെ തല്ലി പൊട്ടിച്ചളയും. പള്ളി ഇരുന്നാണ് തോന്നിയാസം കാണിക്കുന്നത്, വഴക്കൊക്കെ പറഞ്ഞു. ഉമാര് ഞാൻ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാൻ ഇത് അറിയിക്കും, ഒരു പരിശുദ്ധമായ ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഈ തോന്നിയാസം കാണിക്കുന്നത്.
ഞാൻ ആ മൊബൈലെല്ലാം ഇങ്ങനെ മേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇനി ആവർത്തിക്കത്തില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്തല്ലോ ഉസ്താദ്. ഉസ്താദിൻ്റെ പാട്ടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളുടെ യൂട്യൂബിൽ പാട്ട് എപ്പോഴും ഉസ്താദിൻ്റെ പാട്ട് കൽബിൻ്റെ കോലായി. അപ്പം നമ്മളിങ്ങനെ ജാക്കി വെച്ചപ്പോൾ ഞാൻ ആ മൊബൈൽ കൊടുത്തു. അന്നത്തെ ദിവസം 27 രാവ് കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് രാവിലെ പല്ല് തേക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ബ്രഷും എൻ്റെ സോപ്പും എല്ലാം ക്ലോസറ്റിൽ കിടക്കും. എൻ്റെ ബ്രഷും എൻ്റെ സോപ്പും എല്ലാം ക്ലോസറ്റിൽ കിടക്കും. ഉമ്മാർ എനിക്കിട്ട് പണി തന്നതാ. അപ്പൊ ഇതാണ് ദുനിയാവിൻ്റെ അവസ്ഥ. മുതിർന്ന ആളുകൾ കണ്ടില്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടിരുന്ന വൃദ്ധരായ മനുഷ്യരെ അനാദരിക്കപ്പെടും. ഒരു വൃദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ നബീനെ പോലാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇന്ന് വൃദ്ധരായ മനുഷ്യരുടെ ജോലി എന്താ? രാവിലെ മദ്രസയുടെ വാതിക്കെ പോയി ഇങ്ങനെ നിൽക്കും. എന്തായിക്കാ ഇവിടെ നിൽക്കുന്ന? മരുമോള് പറഞ്ഞു വിട്ടതാ കൊച്ചിനെ മദ്രസയിൽ നിന്ന് വിളിക്കാൻ. വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായക്കട വാതിക്കെ ഇങ്ങനെ വായുമ്പോൾ എന്തായിക്കാ ഇവിടെ നിൽക്കുന്ന? കൊച്ചിനെ സ്കൂൾ ബസ് വരുമ്പോൾ വിളിക്കാൻ വേണ്ടി. ആരാ? വാപ്പ. ഒരു നബിയുടെ പവറാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അനാദരിക്കുകയാണ്. നമ്മൾ സൈക്കിളിന്റെ ഫ്രണ്ട് ഇങ്ങനെ പോക്കുമ്പോൾ ഡാടാ അങ്ങനെ ചെയ്യല്ലേടാ, വീണ് കഴിഞ്ഞാൽ കാലൊടിയും മുട്ടടിയും, ടൂൾസ് എടുക്കണ. ഇന്ന് വൃദ്ധരായ മനുഷ്യരെങ്ങാണം നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ഒരു തോന്നിയാസത്തിന്റെ പേരിൽ മോനെ അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ പൂളിക്കളയും. ടൂൾസ് എടുക്കണ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വലൗ ഖാതറത്തിലി ഫി സിവാകാ ഇറാദതു അലാ ഖാതിരി യൗമൻ ഹക്കംദു ബിരിദ്ദതി. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സംജാതമാകുന്ന ഓരോ ദൃശ്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് പറഞ്ഞ, നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ അന്ത്യനാളിന്റെ അടയാളമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനൊരു ആക്തിബത്തുണ്ട്. നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഒരു ആക്തിബത്തുണ്ട്. അതുപോലെ തന്നെ ലോകത്തിനൊരു ആക്തിബത്തുണ്ട്. ആ ആക്തിബത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അൽ മത്റു ഖൈലാ. മഴയാകുന്ന മഴ പെയ്യേണ്ട കാലഘട്ടത്തിൽ, മഴ നന്നായിട്ട് പെയ്യേണ്ട കാലഘട്ടത്തിൽ അതീവമായ ചൂടുണ്ടാകുക, മഴ പെയ്യാതിരിക്കുക, പ്രപഞ്ചം വറ്റിവരണ്ട് പോവുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. വൽവലദു ഖൈലാ. സ്വന്തം മക്കള് അമിതമായ ദേഷ്യക്കാരാവുക, ഇതെല്ലാം ലോകത്തിന്റെ അവസാനമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇടക്ക് ജൗഹർ നമ്മളോട് പറഞ്ഞിരുന്നു, ഈ മഹലിൽ നിന്ന് 2 ചെറുപ്പക്കാര് മരണപ്പെട്ടു എന്ന്. അള്ളാഹു ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ എല്ലാം മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ മണ്ണറയൊക്കെ അള്ളാഹു തആല മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. മണിയറക്ക് സമാനമായ അള്ളാഹു സ്വർഗീയമായ അനുഭൂതികളും അനുരാഗങ്ങളും അള്ളാഹു തആല ആ ഖബറിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.